എനിക്കറിയാം എൻ്റെ പ്രിയ സഹോദരിമാര് വളരെ വീട്ടിലെ ജോലിയൊക്കെ ക്രമീകരിച്ചിട്ട് വളരെ ആഗ്രഹത്തോടെ ദൈവസന്നിധി വന്നിരിക്കുന്നത് അല്ലെ. ഒരു വ്രതമായ ഒരു വാക്ക് പോലും എൻ്റെ നാവിൽ നിന്ന് വരത്തില്ല. ദൈവമക്കളെ, കർത്താവിന്റെ അരുളപ്പാടുകൾ മാത്രമേ ഞാൻ പറയുകയുള്ളൂ. ഒരു തമാശ അതൊന്നും നമുക്ക് അതിനുള്ള സമയമില്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. കർണരസമാകുമാറ് പ്രസംഗിക്കുവാനല്ല ദൈവം ഈ നാളുകളിൽ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ അരുളപ്പാടുകളെ വിളിച്ചു പറയുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ തമിഴ്നാട്ടിലായിരുന്നു. അവിടെ ഒരു 3-4 ദിവസം പകലും രാത്രിയും ഒക്കെ ശുശ്രൂഷയിലായിരുന്നു. അന്ന് ഒരു ദൈവാത്മാവ് വ്യക്തമായിട്ട് ഇടപെട്ടു. പല്ല് ഞെരിച്ചുകൊണ്ട് കുറച്ച് പേര് ഇങ്ങനെ വരും. അതുപോലെ തന്നെ രാവിലെ ആ ദൈവാത്മാവ് അത് പറഞ്ഞു. വൈകിട്ടായപ്പോൾ ഒരു 10-12 ആളുകൾ ഇവിടെ ആരാധിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഹല്ലേലൂയ വരുവാനിടയായി തീർന്നു. എന്നാൽ അതിന്റെ പിറ്റേ ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സഹോദരി സ്വസ്ഥതയില്ലാതെ ആലയത്തിലേക്ക് കയറി വന്നു. ഒരു കർണേശ്വരി എന്നൊരു സ്ത്രീയ ഓടി കയറി വന്ന് അവിടെ ഇരുന്ന് കരഞ്ഞ്. ആ സ്ത്രീക്ക് സമാധാനം കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞ സഹോദരി മുന്നോട്ട് വരാൻ പറഞ്ഞപ്പോൾ മുന്നോട്ട് വന്നു. യേശുവിനെ രക്ഷകനായി കരഞ്ഞുകൊണ്ട് സ്വീകരിച്ചു. ഞാൻ അമ്മാമയ്ക്ക് ആ വീഡിയോ അയച്ചു കൊടുത്തെന്ന് ഞാൻ തോന്നുന്നു. അവരോട് വീഡിയോ എടുത്തു. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുവാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞു, ഇത് മതം മാറ്റുന്ന പ്രസംഗമല്ല, ഇത് ചില ബോധ്യങ്ങളാ തരുന്നത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, എന്റെ തല ഇവിടെ കണ്ടിച്ചു മാറ്റി വെച്ചാലും ഞാൻ പ്രസംഗിക്കും. പല ദൈവങ്ങളിൽ ഒരു ദൈവമല്ല എന്റെ യേശു, ഒരേ ഒരു സത്യദൈവം എന്റെ യേശു മാത്രമെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞത് ഹിന്ദുക്കളുടെ കേന്ദ്രത്തിൽ നിന്ന പ്രിയമുള്ളവരെ. നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്നത് ഒരു പൂജാരിയാണ്. വീണ്ടും പറഞ്ഞു, സ്വർഗത്തിൽ പോകുവാനുള്ള പല വഴിയിൽ ഒരു വഴിയല്ലേ എന്റെ യേശു, സ്വർഗത്തിൽ പോകുവാനുള്ള ഒരേ ഒരു വഴി യേശു മാത്രം. ഹല്ലേലൂയ. എന്നാൽ പിറ്റേ ദിവസം തൊട്ടടുത്ത ഭവനത്തില് ഭക്ഷണത്തിന് ക്ഷണിച്ചു. പലരും പറഞ്ഞു പോകണ്ട സിസ്റ്ററെ. ഞാൻ പറഞ്ഞു ഏതായാലും വിളിച്ചതല്ലേ പോകാം. എന്നാൽ ഏത് വ്യക്തി കൂട്ടുകെട്ടുണ്ടാക്കി ഞാനിങ്ങനെ ആ ഭയങ്കര ചൂടത്ത് വൈറ്റ് ഡ്രസ് ഇട്ട ഒരു കൊടയൊക്കെ പിടിച്ചിങ്ങനെ വരുമ്പോൾ ആ പൂജാരി അവിടെ നിൽക്കുക. പ്രിയമുള്ളവരെ, അദ്ദേഹം പറയുക, ആണ്ടവര് തെരിയും. എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. ഒന്ന് ചിരിച്ചു. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് തിരിച്ചു വന്നു. ഒരു പോർക്കളത്തിലാണ് പ്രിയമുള്ളവരെ നിൽക്കുന്നത്. ഹല്ലേലൂയ. ഒരാത്മാവേലും വിടുവിക്കപ്പെട്ടാൽ അതിന്റെ പോരടിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പ്രിയ ജെസ്സിയാന്റിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. കാരണം പ്രിയ മകൾ ഒരു സഹോദരി സ്നേഹിക്കുന്നത് പോലെ എന്നെ സ്നേഹിക്കുന്ന ഈ യുദ്ധക്കളത്തിൽ നിൽക്കുമ്പോൾ വളരെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എൻ്റെ മാതാവ്, എൻ്റെ ഹസ്ബൻഡിന്റെ മാതാവ് എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എൻ്റെ വിവാഹം കാണാനുള്ള സമയത്ത് പ്രിയ മാതാപിതാക്കൾ ഭവനത്തിൽ വന്നപ്പോൾ എൻ്റെ പിതാവ്, എൻ്റെ ശുശ്രൂഷയിലായിരുന്ന പിതാവ് ഒറ്റ കാര്യം ഈ മാതാവിനോട് പറഞ്ഞു, സിസ്റ്ററെ, എൻ്റെ മോളെ ഞാൻ കർത്താവിന് വേണ്ടി സമർപ്പിച്ചതാണ്. അപ്പോ അവളെ ശുശ്രൂഷയ്ക്കായിട്ട് ഒരു നിയോഗം അവളുടെ മേലുള്ളത്. അതുകൊണ്ട് അവളെ എവിടെ ശുശ്രൂഷയ്ക്കാണേലും പറഞ്ഞയക്കണം. എൻ്റെ പിതാവ് മരണത്തിന് മുന്നേ എന്നോട് പറഞ്ഞു, മോളെ, നിന്റെ മേൽ ദൈവത്തിനൊരു നിയോഗമുണ്ട്, നിന്നിലൂടെ ചിലർ വിടുവിക്കപ്പെടും. അതുകൊണ്ട് നീ ഏത് സാഹചര്യത്തിലായിരുന്നാലും കർത്താവിനെ പ്രസംഗിക്കണം. ഇത് എന്നോട് അവസാനം പറഞ്ഞേ. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 27 വർഷങ്ങൾ കഴിഞ്ഞു. ഇതുവരെ പ്രിയ മാതാവിന്റെ ശുശ്രൂഷയ്ക്ക് ഒരു അനുഗ്രഹമാണ്. ഞാൻ പല സ്ഥലങ്ങളിൽ, വിശാഖപട്ടണം, കോയമ്പത്തൂര്, മസ്കറ്റ്, എവിടെയെല്ലാം പോകുന്നു. അന്നേരമെല്ലാം ചിലപ്പോൾ ഒരു മാസം, ചിലപ്പോൾ ഒരാഴ്ച എൻ്റെ മാതാവ് എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെയുണ്ട്. പ്രിയമുള്ളവർ, ഇന്ന് വരെ അല്ലെങ്കിൽ പിതാവ് ദർശനങ്ങൾ കാണുന്ന വ്യക്തിയാ, വെളിപ്പാടുകൾ കാണുന്ന വ്യക്തി. എന്നോട് പലപ്പോഴും വെളിപ്പാടിൽ പറയും, മോളെ ഇന്ന സ്ഥലത്തേക്ക് പോകണം. ഇന്ന് എന്നെ ഇവിടേക്ക് കർത്താവ് എന്നെ അയച്ചതാണ്. അതെനിക്ക് 100% അറിയാം. കാരണം ഞാൻ ജെസ്സി ആന്റിയോട് ഇവിടെ വരാം, 1-ാം തീയതി ഇവിടെ വരാം എന്ന് വാക്ക് പറഞ്ഞു. വാക്ക് പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്കൊരു കോള് വന്നു, വലിയ ഒരു കൺവെൻഷൻ, 1-ാം തീയതി വരണം ഗ്ലോറി സിസ്റ്റർ. ഞാനവിടെ ഇതുവരെ പോയിട്ടില്ല, പോകാത്ത ഒരു സ്ഥലം, ഒത്തിരി ആള് കൂടാൻ ചാൻസ് ഉള്ള ഏരിയ. ഞാൻ യേശുപ്പച്ചനോട് ചോദിച്ചു, കർത്താവെ ഞാൻ എന്ത് ചെയ്യണം? ആദ്യം 2-3 പ്രാവശ്യം വിളിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ മാറ്റി പറഞ്ഞു. കർത്താവ് പറയുക, മോളെ, നീ ആർക്ക് ആദ്യം വാക്ക് പറഞ്ഞു അവിടെ പോവുക. അവിടെ ചില ജീവിതങ്ങൾ വിടുവിക്കപ്പെടാനുണ്ട്.
ദൈവമക്കളെ, ആത്മാവിൽ പറയുക, ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ അത് ഫീൽ ചെയ്യുക. ഒരു കല്ല് നെഞ്ചയിലെടുത്ത് വെച്ചേക്കുന്ന ഭാരവുമായിട്ടാണ് നീ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. സഹോദരിമാരെ, എന്ത് ചുമ്മാതല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്റെ അപ്പൻ എന്നെ നിർത്തിയിട്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. ഞാൻ പ്രസംഗിക്കുന്നതായിട്ട് നിങ്ങൾ കാണല്ലേ, ഇതൊരു ശുശ്രൂഷയാ. ആത്മാവിൽ നീ ഏറ്റെടുക്ക്, ആത്മാവിൽ നീ ഏറ്റെടുക്ക്. യേശുവിന്റെ നാമത്തിൽ ചില ഭാരങ്ങൾ മാറട്ടെ. ഞാനിവിടെ അനുഭവിക്കുക. ദൈവശക്തി വ്യാപരിക്കട്ടെ. ചില ഭാരങ്ങൾ മാറട്ടെ, ചില ഭാരങ്ങൾ മാറട്ടെ, ചില ഭാരങ്ങൾ മാറട്ടെ, ചില ഭാരങ്ങൾ മാറട്ടെ. കർത്താവേ, പ്രിയമകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എന്റെ കർത്താവ് നിങ്ങളുടെ മനസ്സിന്റെ ഒരു വിടുതലിനായിട്ട് എന്റെ ദൈവം അയച്ചത്. ദൈവമക്കളെ, ഞാനിവിടെ നിൽക്കുമ്പോൾ ദൈവ സാന്നിധ്യം അനുഭവിച്ച് ഞാനിവിടെ നിൽക്കുന്ന കേട്ടോ. എന്റെ ദേഹത്ത് കൂടി ഒരു കരണ്ട് പാസ് ചെയ്യുന്നത് പോലെ ഹല്ലേലൂയ, അടങ്ങാനാവാത്ത ആത്മസാന്നിധ്യം ഞാൻ അനുഭവിക്കുക. സഹോദരി, ഒരു നീറുന്ന പ്രശ്നവുമായിട്ടാണ് നീ ഇവിടെ വന്നിരിക്കുന്നത്. ഒരു വലിയ ചോദ്യവുമായിട്ടാണ് നീ ഇവിടെ വന്നിരിക്കുന്നത്. എന്നാൽ നിന്റെ പ്രശ്നത്തിന് പരിഹാരം അയക്കുവാൻ എന്റെ ദൈവം മതിയായവനാണ്. മക്കളെ, ഞാൻ പലപ്പോഴും പലയിടത്തും പോകുമ്പോൾ ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ മാതാവിനെ ഞാൻ എന്റെ അമ്മയായിട്ടാണ് കാണുന്നത്. എന്റെ അമ്മ എന്നെ ചിലപ്പോൾ വിളിക്കുമ്പോ പറയാം, നിനക്ക് പൊന്നമ്മ ഉണ്ടല്ലോ, പിന്നെ എന്നെ കാണാൻ വരണ്ടല്ലോ. പലപ്പോഴും ഞാൻ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു പോകുമ്പോ പറഞ്ഞു, അമ്മേ ഒരു വാക്ക് എന്നെ ഒന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു വേണം. രണ്ടമ്മമാരെ വിളിക്കും, പ്രിയമുള്ളവരെ, പിതാവിനെ വിളിക്കും, എന്നെ ഒന്ന് അനുഗ്രഹിച്ചു വിടണേ. അവരുടെ അനുഗ്രഹം എന്റെ ശുശ്രൂഷയിൽ നിൽക്കുമ്പോൾ ഞാനത് അനുഭവിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, പലയിടത്ത് ശുശ്രൂഷയ്ക്ക് കടന്നു പോകുമ്പോൾ ഒരു പായിട്ടിട്ട് ഞാൻ പിതാവിനോട് പറയാം, എന്നെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. എത്ര തിരക്കിട്ട് നിൽക്കുകയാണ്. അമ്മ ചൂല് പിടിച്ചുകൊണ്ട്, അമ്മ ആ ചൂല് അങ്ങോട്ട് വെച്ചിട്ട് എന്നെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ഞാൻ ചിലയിടങ്ങളിൽ കടന്നു പോകുമ്പോൾ പ്രിയ ജെസി അമ്മയോട് പറയും, ആന്റി എന്നെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. ദൈവങ്ങളെ, ഞാൻ ഈ കർത്താവിന്റെ നാമത്തിന് വേണ്ടി കടന്നു പോകുന്നതിന് എന്റെ മാതാപിതാക്കന്മാർക്കോ എന്റെ ഭർത്താവിന്റെ വീട്ടുകാർക്കോ എന്റെ ഭർത്താവിനോ ഒരു പ്രശ്നമില്ല. മറിയയുടെ ഉദരത്തിൽ യേശു ജനിച്ചപ്പോൾ സ്വപ്നത്തിൽ യോസേഫിനോട് സംസാരിച്ചു, ഞാൻ എന്റെ കർത്താവിനെ ചുമക്കുന്ന ഒരു കഴുതയാണെങ്കിൽ എന്നെ അയക്കുവാൻ എന്റെ വീട്ടുകാരോട് സംസാരിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. എന്റെ ദൈവത്തിന് കഴിയും. പ്രിയമുള്ളവരെ, എന്നാൽ ഞാൻ വേദനയോട് പറയുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കഴിഞ്ഞ 17 വയസ്സ് മുതൽ ഈ 50-ാമത്തെ വയസ്സ് വരെ ഞാൻ ഈ കർത്താവിന്റെ വചനം എടുത്ത് പ്രസംഗിക്കുക. എന്നാൽ ഈ നാളുകളിൽ ഞാൻ എല്ലാം അമ്മയോട് പറയത്തില്ല, അമ്മ ഭാരപ്പെടണ്ട എന്ന് ചിന്തിച്ച് ചില വ്യക്തി ജീവിതങ്ങളിൽ കൂടെയുള്ള പോരുകൾ എന്റെ ജീവിതത്തിൽ അടിക്കുക. പ്രിയമുള്ളവരെ, നിങ്ങൾ, എനിക്ക് ആ വ്യക്തികളോട് ഒരു വൈരാഗ്യവുമില്ല. എന്തിനാണ് ഇങ്ങനെ കടന്നു പോകുന്നത്? സഹോദരിമാർ എന്ത് ചെയ്യുന്നു? ഞാൻ ആൻസി പൗലോസ് എന്ന് പറയുന്ന കർത്താവിന്റെ ദാസൻ എന്നെ വിളിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, ഗ്ലോറി സിസ്റ്ററെ. ഞാൻ പറഞ്ഞു, എന്താ? ഞാൻ പറഞ്ഞു, സിസ്റ്ററെ എനിക്ക് വേദനയാണ്, ഞാൻ കർത്താവിന് വേണ്ടി ഇനി പോകുന്നു. പറഞ്ഞു, എന്നാ മോനെ ഇങ്ങനെ പറയുന്നത്? ഞാൻ പറഞ്ഞു, സിസ്റ്ററെ ഇങ്ങനെ തന്നെ കടന്നു പോകുന്നേ, ഭയങ്കര നിന്നെ പഴി എന്റെ ചെവികളിൽ എത്തുന്നു. സിസ്റ്റർ പറയുവാ, ഗ്ലോറി സിസ്റ്ററെ, എന്റെ യൗവന പ്രായത്തില് സുവിശേഷ വിരോധികൾ എന്റെ ഹസ്ബൻഡിനെ പിടിച്ചു. അപ്പിത പ്രിയപ്പെട്ടവൻ നിത്യതയിൽ ചേർക്കപ്പെട്ടു. പലയിടത്തും ഈ സഹോദരി തനിച്ച കടന്നു പോകുന്നത്.
തനിച്ചാ കടന്നു പോകുന്നത്. നമ്മുടെ പപ്പയില്ലേ കൂടെ? നമ്മൾ എന്തെങ്കിലും സഹിക്കുന്നുവെങ്കിൽ നമ്മുടെ കർത്താവിന്റെ നാമനിമിത്തമല്ലേ? ദൈവമക്കളെ, ഞാൻ എന്റെ ഭവനത്തിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങിയാൽ, ഞാൻ ഒരിടത്തേക്ക് ചെല്ലുമ്പോൾ, മസ്കറ്റിൽ OPL ചെന്നപ്പോൾ അവിടെ 10 പേര് എന്നെ എയർപോർട്ടിൽ വിളിക്കാനുണ്ട്. അവരുടെ കൂടെ അവര് അറേഞ്ച് ചെയ്ത താമസ സ്ഥലത്തോട്ടാണ് ഞാൻ ചെല്ലുന്നേ. അവിടെ അത്ര സേഫ് ആയിട്ടൊരു പ്രാർത്ഥന അന്തരീക്ഷത്തിൽ ആ മുറിക്കകത്ത് ഇരിക്കുക. പ്രിയമുള്ളവരെ, പ്രാർത്ഥിച്ച് 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 എന്തെങ്കിലും ഫുഡ് അവര് കൊണ്ടു തന്നാൽ കഴിക്കും. അങ്ങനെ ആയിരിക്കുന്നേ. അല്ല, ഏത് സ്ഥലത്ത് പോയാലും അങ്ങനെ ആയിരിക്കുന്നേ. നമ്മൾ കർത്താവിനെ പ്രസംഗിക്കാനാ പോകുന്നത് പ്രിയമുള്ളവരെ. പെട്ടെന്ന് എന്തൊക്കെ മനസ്സിൽ ദൈവം തന്നെ ഒരു വചനമാ പ്രിയമുള്ളവരെ. കർത്താവിനെ ഉദരത്തിൽ ചുമക്കുവാൻ വേണ്ടി ദൂതൻ മറിയയുടെ അടുക്ക വന്നിട്ട് പറയാം, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. എന്തിനൊക്കെയുള്ള കൃപയായിരുന്നു ഈ മറിയക്ക് കിട്ടിയെന്നറിയാവോ? ഹല്ലേലൂയ. ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചാല് ആ സ്ത്രീയെ എങ്ങനാ പ്രിയമുള്ളവരെ സമൂഹം കാണുന്നേ? ആ നിന്ന കൂടെ സഹിക്കുവാൻ, ഒരു കർത്താവിന് ജന്മം കൊടുക്കുവാൻ, ആ നിന്ന സഹിക്കുവാൻ മറിയ തയ്യാറായി എങ്കിൽ കുഞ്ഞേ, ചില വാക്കുകൾ നീ സഹിക്കണം. ഈ കർത്താവിന്റെ കഴുതയല്ലേ, ചില നിന്ദകൾ നീ സഹിക്കണം. അന്ന് ഹല്ലേലൂയ മറിയ ഉദരത്തിൽ കർത്താവിനെ ചുമക്കുമ്പോൾ ആ കർത്താവേ ഇതാ നിന്റെ ദാസി എന്ന് പറയുമ്പോൾ അവൾക്കറിയാം അവളുടെ വിവാഹ ജീവിതം താറുമാറാണ്. അവളുടെ ഭർത്താവ് അവളെ ഉപേക്ഷിക്കുമെന്ന് അറിയാം പ്രിയമുള്ളവരെ. എന്നിട്ടും അവള് പറയുക, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം എന്റെ ജീവിതത്തിൽ നിറവേറട്ടെ. കുഞ്ഞെ, നീ ആരാധനയ്ക്കായി ഇറങ്ങുമ്പോൾ, ആരാധനയ്ക്കായി നീ പുറപ്പെടുമ്പോൾ നിന്നെ നോക്കി പലരും പലതും പറഞ്ഞേക്കാം. നീ ജീവിച്ചാലും കുറ്റം പറയും, മരിച്ചാലും കുറ്റം പറയും. കുറ്റം കേൾക്കുന്നുവെങ്കിൽ ആത്മനാഥന് വേണ്ടി കുറ്റം കേൾക്കും പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. എന്റെ പ്രിയ സഹോദരിമാരെ ഒന്ന് ശക്തീകരിക്കാൻ ആഗ്രഹിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 25-ാം വാക്യം ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 25-ാം വാക്യം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യേശുവിന്റെ ക്രൂശിനരികെ നിൽക്കുന്ന സഹോദരിമാര്, ഹല്ലേലൂയ, ഈ സഹോദരിമാരെ തന്റെ പെൺമക്കളെ യേശുപ്പായ്ക്ക് ഒത്തിരി ഇഷ്ടമാണ് പ്രിയമുള്ളവരെ. കാരണം ഒരു ഉപവാസ പ്രാർത്ഥന വെച്ചാല് നോക്കിയ സഹോദരിമാരെ കൂടുതൽ അല്ലേ? യേശുവിന്റെ ക്രൂശിനരികെ ശിഷ്യന്മാരൊക്കെ മാറി നിന്നപ്പോൾ, കഷ്ടത വരുമ്പോൾ, നമ്മളൊരു പ്രതികൂലത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കാൻ ആരും കാണത്തില്ല പ്രിയമുള്ളവരെ. എന്നാൽ ആ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. കുഞ്ഞെ, നീ ഒരു പ്രതികൂലത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ, ഹല്ലേലൂയ, എനിക്ക് ചില സ്ഥലം നിങ്ങളോട് ദൈവം സംസാരിക്കുന്നുവെന്ന് തോന്നിയാൽ അപ്പ അതങ്ങ് ഏറ്റെടുത്തോളും കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നിന്നോട് ഇന്ന് സംസാരിക്കുക. ഞാൻ ഒരിടത്ത് പോകണം അല്ലെ അങ്ങനെ ചിന്തിച്ചിട്ട് എന്റെ കർത്താവ് പറയും, കുഞ്ഞെ നീ ഇന്ന് ഇവിടെ 2 പേരാ കൂടിയുള്ളെങ്കിലും ആ വലിയ മീറ്റിംഗ് അല്ല, ഇവിടെ ഞാൻ സ്നേഹിക്കുന്ന ചില ജീവിതങ്ങൾ ഇതിനകത്തുണ്ട്. ചില ജീവിതങ്ങൾ കലങ്ങി ഇവിടെ കടന്നു വരും. അവരോട് എനിക്ക് സംസാരിക്കാനുണ്ട്. നീ അങ്ങോട്ട് പോകുന്നേ. ഹല്ലേലൂയ. എന്റെ അമ്മ എന്നൊരു പറഞ്ഞു, മോളെ നിന്നെ ആ ദേവദാസൻ അവർ ഒത്തിരി സ്നേഹത്തോടെ അറേഞ്ച് ചെയ്ത മീറ്റിംഗ് അല്ലേ? ഞാൻ പറഞ്ഞു, അല്ലമ്മ, ഞാൻ എന്റെ ജെസ്സി ആന്റിയോട് വാക്ക് പറഞ്ഞു. പിന്നെ പ്രിയ ആന്റി അമേരിക്കയിലോട്ടൂടെ പോവാന്ന് കേട്ടപ്പോ എനിക്കറിയത്തില്ല, വലിയ സങ്കടമോ പ്രിയമുള്ളവരെ. ഒരമ്മ മക്കളെയൊക്കെ ഇട്ടേച്ച് പോകുന്ന പോലെ പോയിട്ട് പെട്ടെന്ന് ഇങ്ങ് പോരണം, അവിടെ നിൽക്കല്ലേ, അമേരിക്കയിൽ നിൽക്കല്ല, ഞങ്ങളുടെ അടുത്തോട്ട് ആന്റി ഓടി പോരണം. ഹല്ലേലൂയ. പ്രിയ മകളെ കൊണ്ട് അവിടെ ദൈവത്തിന് ഒരു ശുശ്രൂഷ ചെയ്തെടുക്കാനുണ്ടെങ്കിൽ അവിടെ ചെയ്തെടുക്കട്ടെ. ഹല്ലേലൂയ. എന്നെ പലരും വാക്കുകൾ കൊണ്ട് തളർത്തിയപ്പോൾ, എന്റെ ശുശ്രൂഷക്കെതിരെ പോരാടിയപ്പോൾ എന്നെ ശക്തീകരിച്ച് നിർത്തിയത് പ്രിയ ജെസ്സി ആന്റിയെ. പ്രിയമുള്ളവരെ, എന്റെ ജീവിതത്തിൽ ചിലര് നമ്മളെ വാക്കുകൾ കൊണ്ട് തളർത്തുമ്പോൾ, നിരാശപ്പെടുത്തുമ്പോൾ നമ്മളെ ധൈര്യപ്പെടുത്തുവാൻ ദൈവം ചിലരെ ഉപയോഗിക്കും. ഹല്ലേലൂയ.
ഞാൻ പ്രാർത്ഥിക്കും കർത്താവേ, അങ്ങനെയുള്ളവർക്ക് ഈ ലോകത്തിലും നിത്യതയിലും കർത്താവ് മാനിക്കണമേ. ഞാൻ ആന്റിയോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയും. കർത്താവ് അല്ലേ വിളിച്ച്, നമ്മൾ എന്തിനാ കലങ്ങി പോകുന്നേ? അല്ലേ? കർമ്മേലില് വലിയ പ്രവൃത്തി ചെയ്ത ഏലിയാവ് ഇസബേല് പറയുക നാളെ കാണിച്ചു തരാന്ന് പറഞ്ഞപ്പോ ഏലിയാവ് പറയുക ഇപ്പൊ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകളെ. നമ്മൾ വാക്കുകളുടെ മുന്നിൽ തളർന്നു പോകുന്നവരാണ്. വാക്കുകളുടെ മുന്നിൽ നമ്മൾ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നവരാണ്. എന്നാൽ ക്ഷീണിച്ചു പോകുവാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. ഹല്ലേലൂയ. പ്രിയമാതാവ് പലപ്പോഴും എന്നെ ശക്തീകരിക്കും കേട്ടോ. ഹല്ലേലൂയ. അവിടെ 3 ആൺമക്കളും ഞങ്ങളാ മൂത്തത്. എന്നാൽ പ്രിയമാതാവ് എന്റെ കൂടെ ഉള്ളത് എനിക്കൊരു ആശ്വാസ പ്രിയമുള്ളത്. ഹല്ലേലൂയ. കർത്താവേ, എന്റെ ഉദരത്തില്, എന്റെ ഹൃദയത്തില് എന്റെ കർത്താവിനെ ഞാൻ ചുമക്കുമ്പോൾ എന്റെ യേശുപ്പായെ, എന്റെ പ്രാണപ്രിയനേ എന്ന് പറഞ്ഞ് ചിന്തിച്ചാൽ ഞാൻ നടക്കുന്ന പ്രിയമല്ലേ. ഉലകിലത്തെ അരികിലായിട്ട് പ്രിയമുള്ള പലരുണ്ട്, പക്ഷെ അതിലെല്ലാം പ്രിയമായ എന്റെ പ്രിയനുണ്ട്. ആ പാട്ടിന്റെ വരികൾ നമുക്കൊന്ന് പാടാം പ്രിയമുള്ളവരെ. ഉലകിലരികിലാ പ്രിയമായ പലതുണ്ട്, അതിലെല്ലാം പ്രിയമായ പ്രിയനും. ഉലകിലരികില പ്രിയമായ പ്രിയനും. എങ്കിലോ കാൽവരി സ്നേഹത്തിൻ മുൻപിലാ അലിഞ്ഞു പോ ഇവയെല്ലാം മഞ്ഞു പോലെ. എങ്കിലോ കാൽവരി സ്നേഹത്തിൻ മുൻപിലാ അലിഞ്ഞു പോ ഇവയെല്ലാം മഞ്ഞു പോലെ. ഹല്ലേലൂയ. എനിക്കൊരാഗ്രഹം, ഇന്ന് എന്റെ സഹോദരിമാര് യേശു അപ്പായോടുള്ള സ്നേഹത്തിൽ ആഴമായിട്ടൊന്ന് ബന്ധിക്കപ്പെടണം. ഇതുവരെ സ്നേഹിച്ച സ്നേഹം പോരാ പ്രിയമുള്ളവരെ. ഒരമ്മച്ചിയോട് മരണത്തിന് മുന്നേ ഒരു പാട്ട് പാടാൻ പറഞ്ഞപ്പോ ഈ അമ്മച്ചി ഈ പാട്ടാ പാടിയേ. ഹല്ലേലൂയ. നിത്യമാം സ്നേഹത്തിൽ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാം. നിത്യമാം സ്നേഹത്തിൽ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാം. ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്നെ ശുദ്ധരോടൊത്തു വസിപ്പതി. ഹല്ലേലൂയ. പണ്ടത്തെ അപ്പച്ചന്മാർ എഴുതിയ പാട്ടാ പ്രിയമുള്ളവരെ. ആ പാട്ടിലൊക്കെ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി ഇപ്പോഴത്തെ പാട്ടുകൾ പോലെ അല്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കൂട്ടുകാർ പിരിഞ്ഞിടും, സഹോദരന്മാരിടും, മാതാപിതാക്കളും മറന്നു പോകും. എന്നാൽ കുഞ്ഞെ, നിന്നെ മറക്കാത്ത ഒരപ്പൻ സ്വർഗത്തിൽ ജീവിക്കുന്നു. കുഞ്ഞെ, നീ സ്നേഹിച്ചവരെല്ലാം നിന്നെ അതുപോലെ തിരിച്ച് സ്നേഹിക്കത്തില്ല. നീ സ്നേഹിച്ചവരൊന്നും നിന്റെ കൂടെ കാണത്തില്ല. നിന്നെ സ്നേഹിക്കുവാൻ നിന്റെ കർത്താവ് മാത്രമേ ഉള്ളൂ. അവനോടൊന്ന് പറ്റിയിരിക്കാനാ, ആ അപ്പായോടുള്ള സ്നേഹം ഒന്ന് വർദ്ധിക്കാനാ എന്ന് പറയുന്നേ. ഹല്ലേലൂയ. ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന മഗ്ദലനക്കാരത്തി മറിയെ പറ്റിയ ആ വിഷയത്തിൽ തന്നെ നിന്നുകൊണ്ട് ദൈവം തരുന്ന ആത്മനിയോഗങ്ങള്, ആത്മാവിന്റെ അരുളപ്പാടുകൾ പങ്കുവെക്കുക. ഈ മഗ്ദലനക്കാരത്തി മറിയ ക്രൂശിനരികെ നിന്നു പ്രിയമുള്ളവരെ. ഇവളുടെ പാസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ, ഹല്ലേലൂയ, ദൈവമക്കളെ, ഇപ്പൊ ഗ്ലോറിയുടെ പാസ്റ്റ് എന്ന് പറയുന്നത് പോലെ പോണം. എന്റെ പാസ്റ്റ് ചിന്തിച്ചാല്, എന്റെ ദൈവമക്കളെ, ഞാൻ ഈ സുവിശേഷം പ്രസംഗിക്കാൻ എന്റെ പപ്പ എനിക്ക് പേരിട്ടത്, ഗ്ലോറിന്ന് ഇട്ടത്, കർത്താവെ ഇവള് കർത്താവിന്റെ നാമ മഹത്വത്തിനായി തീരണം. എന്റെ 3 പെണ്ണുങ്ങൾ കഴിഞ്ഞ് ഉണ്ടായ ഒരു പെണ്ണും കൂടെ ഉണ്ടായപ്പോ എന്റെ ആങ്ങള എന്നെ ഒന്ന് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, അയ്യേ ഇത് പെണ്ണാണോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞങ്ങൾ 6 മക്കളാ. ആനി, സാം, മേഴ്സി, ഗ്രേസി, ഫിന്നി, ഗ്ലോറി. അപ്പൊ എന്റെ മൂത്ത സിസ്റ്റർ ഞാനും തമ്മിൽ 15 വയസ്സ് വ്യത്യാസം.
ഇപ്പൊ എന്റെ രണ്ടാമത്തെ ആങ്ങളെ ഞാനും തമ്മിൽ ഏകദേശം 10-11 വയസ്സ് വ്യത്യാസമുണ്ട്. അപ്പൊ സ്കൂള് വിട്ടു വരുമ്പോൾ പറഞ്ഞു, മോനെ ഇവിടെ ഒരു പുതിയ കുഞ്ഞുണ്ടായിട്ടുണ്ട്. അപ്പം വന്നിങ്ങനെ നോക്കിയിട്ട് ചോദിക്കുക, അയ്യേ ഇതും പെണ്ണാണോ? അപ്പൊ എന്റെ മൂന്നാമത്തെ സിസ്റ്റർ ജനിച്ചു കഴിഞ്ഞപ്പോ മോളിലുള്ള അയ്യോ ഇനി പിള്ളേർ വേണ്ട കേട്ടോ. പറഞ്ഞു ഒരു അധികപ്പറ്റാണോ? ആറാമത്, പക്ഷെ കർത്താവിന് ഞാൻ അധികപ്പറ്റല്ലായിരുന്നു പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ആറാമതൊരു കുഞ്ഞും കൂടെ ജനിച്ചപ്പോഴുണ്ടല്ലോ പലർക്കും ഒരു പുച്ഛം പോലായിരുന്നു, ജനനത്തിൽ പോലും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. അബ്ബേസിന്റെ അമ്മയ്ക്ക് പോലും അവൻ മാന്യനല്ല പ്രിയമുള്ളവരെ. ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചെന്ന് പറഞ്ഞ എബ്ബേസ് എന്ന് പേരിട്ട്, എന്നാൽ അവനെ ഏറ്റവും മാന്യനാക്കി തീർത്തെങ്കിൽ കുഞ്ഞെ, നിന്നെ ആരും മാന്യതയില്ലാതെ കണ്ടാലും ഉണ്ടല്ലോ, നിന്നെ മാന്യതയോടെ കാണുന്ന ഒരു ദൈവ സ്വർഗത്തിൽ ജീവിക്കുന്നു. ഹല്ലേലൂയ. ഈ മറിയയ്ക്ക് ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു, ഭൂതങ്ങളാൽ ബാധിക്കപ്പെട്ട മറിയായിരുന്നു. ഞാൻ എൻ്റെ പിതാവൊക്കെ ഒരു കവലയിൽ നിന്ന് പ്രസവിക്കുന്നത് കണ്ടാൽ വഴി മാറിപ്പോയിരുന്ന വ്യക്തിയാ. കാരണം സ്കൂളിലും കോളേജിലും ചെല്ലുമ്പോൾ ഗ്ലോറി ഹല്ലേലൂയ സ്തോത്രം എന്ന് പറഞ്ഞ് കളിയാക്കും പ്രിയമുള്ളവര്. എന്നാൽ എൻ്റെ സ്കൂളിന്റെ ആ ഫ്രണ്ടിലുള്ള ആ ഒരു കുളത്തിലാണ് ഞാൻ സ്നാനപ്പെട്ടത്. ആ സ്നാനപ്പെട്ട് കഴിഞ്ഞ് അതിന്റെ പിറ്റേ ദിവസം കൂട്ടുകാരൊക്കെ എന്നെ കളിയാക്കി, എടീ ഗ്ലോറിയെ വെള്ളത്തിൽ പിടിച്ച് ആരോ പപ്പ പിടിച്ചു മുക്കി, മീനെ കണ്ടോ എന്ന് ചോദിച്ചു. 3 പ്രാവശ്യം ഇവള് ശ്വാസം മുട്ടി, ഇപ്പൊ കണ്ടേന്ന് പറഞ്ഞപ്പോ തിരിച്ചു മുക്കി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. കാരണം അവിടെ വിശ്വാസിയായിട്ട് ആൾക്കാർ കുറവായിരുന്നു. ഹല്ലേലൂയ. കമ്മലും മാല ഇടാതെ ഒക്കെ ഉള്ളവരെ കാണുമ്പോൾ വളരെ പരിഹസിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു പ്രിയമുള്ളവരെ. എന്നാൽ വിളിച്ച ദൈവം വിശ്വസ്തന. എനിക്ക് അതുകൊണ്ട് ഇങ്ങനെ ഒരു പെന്തക്കോസുകാരിയാണ് ഈ കവലയിലൊക്കെ നിൽക്കുന്നതൊക്കെ എനിക്കൊരു നാണക്കേടായിട്ട് തോന്നുമായിരുന്നു. എന്നാൽ ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ കർത്താവ് നിർത്തുന്ന കവലയിലാണ്. കവലയിൽ നിൽക്കാൻ വേണ്ടി ഞാൻ ഇതുപോലത്തെ ഒരു മൈക്ക് സെറ്റ് മേടിച്ചിട്ടുണ്ട്. പ്രിയ ജെസ്സി ആന്റി ഇങ്ങനെ എന്നോട് മൈക്ക് സെറ്റ് മേടിച്ചു കഴിഞ്ഞപ്പോൾ ജെസ്സി ആന്റിയെ പരിചയപ്പെടുന്നത്. ഹല്ലേലൂയ. കർത്താവ് എത്ര വിശ്വസ്തനാ. ഹല്ലേലൂയ. ഈ ഭൂതങ്ങളാൽ ഈ മറിയയുടെ ദേഹത്ത് 7 ഭൂതം ഉണ്ടായിരുന്നു അല്ലെ. 7 ഭൂതം അവൾ ഈ ഭൂതങ്ങളാൽ ബാധിക്കപ്പെട്ടപ്പോഴുണ്ടല്ലോ ഇവിടെ ജീവിതം ഇരുളടഞ്ഞതായിരുന്നു പ്രിയമുള്ളവരെ. അവളെ ആർക്കും അവൾ ഒന്നാമത്തെ ഭൂതം അല്ലെ. ചിലരുടെ അവളുടെ ദേഹത്ത് 7 ഭൂതമാണെങ്കിൽ ചിലരുടെ ദേഹത്ത് കുറച്ച് അളവ് വ്യത്യാസമുണ്ട്. ചിലരുടെ ദേഹത്ത് ചില സമയത്ത് കയറും. ഒരിക്കലും ഒരു ആന്റി പറയുക, ഗ്ലോറി സിസ്റ്റർ, എന്റെ അച്ഛൻ ചില സമയത്ത് ഭൂതം കയറുന്നത് പോലെ കേട്ടോ. അപ്പൊ ഈ പാത്രമൊക്കെ എടുത്ത് എറിയുവേ, അത് കഴിഞ്ഞ് ഇച്ചിരി നേരം കഴിയുമ്പോ അതങ്ങ് മാറും. ഹല്ലേലൂയ. അങ്ങനെയുള്ള ചില ബന്ധിക്കപ്പെട്ട ജീവിതങ്ങളൊക്കെ ഉണ്ട് പ്രിയമുള്ളവരെ. പക്ഷെ നമ്മൾ ആത്മാവിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പെട്ടെന്നുള്ള കോപം, പെട്ടെന്നുള്ള ഇത്, അതുകൊണ്ട് ആ കുടുംബത്തിന്റെ സമാധാനം അങ്ങോട്ട് പോവുകയാണ്. ഹല്ലേലൂയ. ചിലർ പറയും എന്റെ അച്ഛൻ പാവ, ആ കോപിച്ച് 2 ചാട്ടം ചാടും പിന്നെ പാവ. പക്ഷെ ആ കോപം മതി അമ്മാമ്മയ്ക്ക് നെഞ്ചിനകത്തൊരു ബ്ലോക്ക് വരാന്. ഈ കോപിക്കുന്നവർക്ക് അത് അറിയത്തില്ലല്ലോ പ്രിയം. ആ കോപം മതി അമ്മാമ്മയുടെ പ്രഷർ കൂടാൻ. ഒരിക്കലും ഒരു അമ്മാമ്മ ഇങ്ങനെ വളരെ കോപിച്ച ഒരു പാസ്റ്ററുടെ അടുക്കലേക്ക് ചെന്നതാ. ആ പാസ്റ്റർ പാവം ബോധം കെട്ട് താഴെ പോയി. ഒന്ന് ഓർത്ത് നോക്കിയേ, ഒരാളുടെ കോപമാണ്. പക്ഷെ അത് ദൈവവചനത്തിൽ പറയുന്ന നമ്മൾ ഓർക്കും ഈ കോപത്തെ ഒക്കെ നമുക്ക് ജയിക്കാൻ പറ്റണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കയറി വരുന്നെങ്കിൽ നമുക്ക് ജയിക്കണം. ഹല്ലേലൂയ. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും ഭയങ്കര കോപം ഉണ്ടെങ്കിൽ അവരെ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. സഹിക്കാൻ പറ്റാത്ത, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കോപം. ഹല്ലേലൂയ. ചിലപ്പോ അവര് നിഷ്കളങ്കരായിരിക്കുമെന്നേ. എനിക്കറിയാം, ഒരു കുഞ്ഞ് ദേഷ്യം വരുമ്പോ എല്ലാം എടുത്ത് എറിയും. അത് കഴിഞ്ഞ് അവള് തന്നെ അത് തിരികെ പറക്കി കൊണ്ടുവെക്കും, പിന്നെ ഇരുന്ന് കരയുന്നത് കാണും. ഹല്ലേലൂയ. ചില നേരത്ത് നമ്മുടെ സന്തോഷത്തെ കെടുത്തുന്ന ദുഷ്ടന്റെ പോരുകൾ, നമ്മുടെ ശരീരത്തോട് പോരാടുന്ന, പ്രാർത്ഥിക്കുവാൻ കഴിയാതെ നമ്മുടെ മനസ്സിനോട് പോരാടുന്ന, ഇതിങ്ങനെ പറയുമ്പോ തന്നെ അതിനെ അങ്ങോട്ട് അടിച്ചേ, അന്യ ഭാഷയിൽ അങ്ങ് അടിച്ചേ. നമ്മുടെ മനസ്സിനോട് ഒരു ദിവസത്തെ നിന്റെ സ്വസ്ഥതയെ സ്വസ്ഥതയെ കെടുത്തുന്ന, മനസ്സിന്റെ സന്തോഷത്തെ കെടുത്തി കളയുന്ന ദുഷ്ടന്റെ പോരുകൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. നമ്മുടെ മനസ്സിനോട്, നമ്മുടെ ദേഹത്തിന് ഒരു വേദന വരുന്നതിനെക്കാട്ടി വലുതാ പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിനോട് പോരാടുന്നത്.
നമ്മുടെ ദേഹത്ത് നിന്ന് പല സുന്ദരികളും സുന്ദരന്മാരും ഒക്കെ ആത്മഹത്യ ചെയ്യുമ്പോൾ അവരുടെ പുറമേയുള്ള ശരീരത്തിന് ഒരു കുഴപ്പമില്ല. എന്നാൽ അവരുടെ മനസ്സിനോട് ശത്രു പോരാടി അവരെ നിരാശപ്പെടുത്തുക. പ്രിയമുള്ളവരെ, ചില നിരാശപ്പെടുത്തുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, ഇനി മതി കർത്താവേ, മതി. അല്ല, കുഞ്ഞ്, നിനക്കൊരു ദൂരയാത്രയുണ്ട്. നിന്നെ ദൈവം ശക്തീകരിക്കും, നിന്നെ സഹായിക്കും. നിന്നെ തളർത്തുന്നവരല്ല നിന്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നത്. കുഞ്ഞെ, നിന്നെ വേലയ്ക്കായിട്ട് വിളിച്ചത്, ഹല്ലേലൂയ, നിന്നെ വേലയ്ക്കായിട്ട് വിളിച്ചത് കർത്താവ. നിന്നെ പറ്റി ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിന്നെ പറ്റി ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ചില ജീവിതങ്ങളെ വിടുവിച്ചെടുക്കാനാ. നിന്റെ ശരീരത്തോട് ശത്രു ഏതൊക്കെ രീതിയിലാ പോരാടാ. ഒന്ന്, നിന്റെ ശരീരത്തോട് പോരാടാൻ നോക്കും. നിന്റെ മനസ്സിനോട് പോരാടാൻ നോക്കും. ചില ശത്രുക്കളിൽ കൂടെ നിന്നോട് പോരാടാൻ നോക്കും. ഇതിനെയൊക്കെ അന്യ ഭാഷയിലൊന്ന് ജയിച്ചേ. ഇതൊരു പോർക്കളത്തിൽ നിൽക്കുന്ന പോലെ പ്രിയമുള്ളവരെ, ഇതൊരു യുദ്ധക്കളത്തിൽ നിൽക്കുന്നത് പോലെ. സാത്താന്റെ തോളിൽ കൈയിട്ട് നടക്കുന്നവർക്ക് കുഴപ്പമില്ല പ്രിയമുള്ളവരെ. എന്നാൽ സാത്താനോട് എതിർക്കുന്നവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പോരുകൾ അടിക്കുമ്പോൾ കർത്താവേ, പിടിച്ചു നിൽക്കാനുള്ള കൃപ എന്റെ സഹോദരിമാരുടെ മേൽ പകരണമേ. ഈ പോർക്കളത്തിൽ പിടിച്ചു നിൽക്കാനുള്ള കൃപ, അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാനുള്ള കൃപ, ഈ പോർക്കളത്തിൽ പിടിച്ചു നിൽക്കാനുള്ള കൃപ. നിങ്ങളോടുള്ള വ്യക്തിപരമായ ദൂതുകൾ ഇതിനകത്തുണ്ട് പ്രിയമുള്ളവരെ. ഞാൻ കണ്ണു തുറന്ന് ഇവിടെ നിൽക്കുമ്പോഴും ഹല്ലേലൂയ, ആത്മാവിൽ ചില കാര്യങ്ങൾ കണ്ടിട്ട ഇന്ന് ദുഷ്ടന്റെ ചില തന്ത്രത്തെ എന്റെ ദൈവം നിർത്താൻ പോവുകയും ദാനിയേലിന്റെ പ്രാർത്ഥനയെ തടഞ്ഞെങ്കിൽ പ്രധാന ദൂതനായ മീഖായേൽ ഹല്ലേലൂയ ആ പാർസി രാജ്യത്തിന്റെ പ്രഭുവിനെ തട്ടി താഴെയിട്ടതുപോലെ നിനക്ക് വേണ്ടി പോരാടുവാൻ ചില ദൂതനെ ഇന്ന് ദൈവം അയക്കുന്ന പകൽക്കാലമാണ്. കുഞ്ഞെ, നിനക്ക് വേണ്ടി ദൂതനെ അയക്കുന്ന പകൽക്കാലമാണ്. ചില അന്ധകാര ശക്തികളോട് നിന്നെ ഒരു മനോരോഗിയാക്കുവാൻ ശത്രു പദ്ധതിയിടുമ്പോൾ സന്തോഷത്തേക്ക് എടുത്തി ഒന്ന് പ്രാർത്ഥിക്കുവാൻ പോലും കഴിയാതെ ഞരങ്ങി 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 ഹൃദയം തുറന്ന് അന്യഭാഷയിൽ ഒന്ന് പോരാടി പ്രാർത്ഥിച്ചാൽ വിടുതല. പക്ഷെ അതിന് ശരീരം അനുവദിക്കണ്ടേ, മനസ്സ് അനുവദിക്കണ്ടേ? ആ കെട്ടിന്ന് പൊട്ടണം പ്രിയമുള്ളവരെ. പോരാടി പ്രാർത്ഥിക്കാനുള്ള കൃപ കൃപ, പോരാടി പ്രാർത്ഥിക്കാനുള്ള കൃപ നിന്റെ ജനത്തിന്മേൽ പകരട്ടെ. പ്രിയമുള്ളവരെ, ഈ പ്രയറിനകത്ത് ഭയങ്കര ഒരു ദൈവ സാന്നിധ്യമുണ്ട് പ്രിയമുള്ളവരെ. എന്റെ കർത്താവിനോട് പറഞ്ഞു, ഇന്നിവിടെ നിന്നോടുകൂടെ എന്റെ സാന്നിധ്യം പോലും, എന്റെ സാന്നിധ്യം മതി കർത്താവേ. രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു പാട്ടിന്റെ വരികളാ എന്റെ ചെവിയിൽ കേൾക്കുന്നേ. എൻ കൂടെ ഇരിക്കും ഓ യേശുവേ, എന്നെ വിട്ടു ദൂരെ പോകല്ലേ. എൻ കൂടെ ഇരിക്കും ഓ യേശുവേ, എന്നെ വിട്ടു ദൂരെ പോകല്ലേ. ഞാൻ ആ പാട്ടിന്റെ വരികൾ ചെവിയിൽ ആരോ ഒന്ന് പാടുകയെ പ്രിയമുള്ളവരെ. ഞാൻ അങ്ങ് ഡയറിയിൽ ഇരുന്ന് എഴുതി. ഹല്ലേലൂയാ 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 ഹല്ലേലൂയ. ആരോ എന്റെ ചെവിയിൽ വന്നിരുന്ന് പാടുക ഈ പാട്ട്. ഹല്ലേലൂയ. ആപത്തു സമയത്തെനിക്ക് അപ്പനാണു നീ, ഞെരുക്കത്തിൻ സമയത്ത് അമ്മയാണു നീ. ആപത്തു സമയത്ത് അപ്പനാണു നീ,
കൈവച്ച് നിന്റെ കൂടെ അപ്പായുണ്ട് കുഞ്ഞേ. ഈ പ്രതിസന്ധിയിൽ നീ ഒറ്റയ്ക്കല്ലെന്ന്. ഹല്ലേലൂയ പറ. അപ്പായേ, ഈ പ്രതിസന്ധിയിൽ എന്നെ വിട്ട് ദൂരെ പോകല്ലേ, എന്നെ വിട്ട് ദൂരെ പോകല്ലേ കുഞ്ഞേ. കഴിഞ്ഞകാല പ്രതിസന്ധിയിലുണ്ടല്ലോ നിന്റെ പകുതി പ്രശ്നങ്ങൾ അനുഭവിച്ച ഒരു മനോരോഗികളായി മാറിയിട്ടുണ്ടെന്ന്. ഹല്ലേലൂയ. എനിക്കറിയാം പ്രിയമുള്ളവരെ, ഒരു MS നേഴ്സായ കൊച്ചിനോട് ഒരു പറഞ്ഞു, നാളെ മുതൽ നീ ഡ്യൂട്ടിക്ക് വരണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൾ ഒരു മനോരോഗിയായിട്ട് മാറി. അവളെ സൈക്യാട്രിക് വാർഡിൽ അഡ്മിറ്റ് ചെയ്തെങ്കിൽ കുഞ്ഞേ, നിന്റെ മനസ്സിന്റെ നില പോകാതെ, മറ്റുള്ളവരുടെ മുന്നിൽ നിന്നാ മാത്രമായി തീരാതെ ഈ ചെയറിൽ നിന്നെ ഇരുത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. അതിനൊന്ന് നന്ദി അറിയിക്കേ. എനിക്കറിയാം നമ്മള് സഹോദരന്മാരൊക്കെയുള്ള യോഗത്തിന് നമുക്ക് അവരൊക്കെ ഉണ്ടല്ലോ എന്നുള്ള ചിന്തയാണ്. എന്റെ സഹോദരിമാർ ഇന്നിവിടെ ആവലോടെ കടന്നു വന്നിരിക്കുന്നത്. പ്രിയ സിസ്റ്റർ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ എന്റെ കർത്താവിനെ ഇവിടെ ഇരുന്ന് സ്തുതിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, എങ്ങനെയായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളിലാണെങ്കിലും വ്യത്യാസം വരുത്തുവാൻ എന്റെ ദൈവത്തിന് കഴിയും. കുഞ്ഞൻ ചില ശത്രുതകളെ പോലും മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ചില ശത്രുതകളെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. യാക്കോബിന്റെ ഒറ്റ പ്രാർത്ഥനയെങ്കിൽ യേശാവിന്റെ ശത്രുത ദൈവം മാറ്റിയെങ്കിൽ ചില ഹൃദയങ്ങളെ നിന്നോട് അനുകൂലമാക്കുവാൻ ദൈവം, ചിലരുടെ ഉറക്കത്തെ ദൈവം കെടുത്താൻ പോകാം. നീ ഇവിടെ ആരാധിക്കുമ്പോൾ ഒരു കാര്യവും കൂടാതെയുള്ള പോരുകൾ. പലപ്പോഴും ചോദിച്ചു, അപ്പാ ഞാൻ എന്ത് ചെയ്തിട്ടാ, അപ്പാ എന്ത് തെറ്റ് ചെയ്തിട്ടാ എനിക്ക് ഈ പോര്, എന്ത് തെറ്റ് ചെയ്തിട്ടാ എനിക്ക് ഇത് കേൾക്കേണ്ടി വരുന്നത്? കുഞ്ഞേ, നീ നന്മ ചെയ്തിട്ട് തിന്മ സഹിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിന് പ്രസാദമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക. എന്നെ കേൾക്കുന്ന സഹോദരിമാരാരെങ്കിലും നന്മ ചെയ്തിട്ട് തിന്മ സഹിച്ച് നീ ഭാരപ്പെടുന്നുവെങ്കിൽ സ്വർഗ്ഗത്തിൽ ഒരു ശബ്ദം, പ്രിയ കുഞ്ഞെ, ദൈവം നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. നീ ഭാരപ്പെട്ടു പോകല്ലേ, നീ തളർന്നു പോകല്ലേ. ഇന്നൊരു ശക്തി പ്രാപിച്ചിട്ട് വേണം നമ്മൾ ഇവിടെ എഴുന്നേൽക്ക് പോകാൻ. ഈ ഭൂതങ്ങളാൽ ബാധിക്കപ്പെട്ട മറിയ ഉണ്ടല്ലോ, അവളുടെ ദേഹത്തെ ഭൂതം മാറിയപ്പോൾ, അവളുടെ ദേഹത്ത് ഭൂതബാധയുള്ള സമയത്ത് ഈ മറിയെ കണ്ട കുഞ്ഞുങ്ങളൊക്കെ മാറിപ്പോകും. അയ്യോ ആന്റിക്ക് ഭ്രാന്ത എന്നും പറഞ്ഞ് മാറിപ്പോകും അല്ലെ? ഭ്രാന്തന്മാരെയൊക്കെ കണ്ടാൽ മാറിപ്പോകുന്നത് പോലെ. എന്നാൽ ആള് മാറിയതുപോലെ വ്യക്തി ജീവിതങ്ങളെ ആക്കി തീർക്കുവാൻ ഏത് ബന്ധനത്തിൽ കിടക്കുന്ന ചില ദൈവമക്കളെ, അന്ന് വലിയ ബന്ധനമാണ്, ഇന്ന് ചില ചെറിയ ചെറിയ ബന്ധനങ്ങൾ ഉണ്ടെന്നേ. കഴിഞ്ഞ ദിവസം ഒരു സിസ്റ്റർ പറഞ്ഞു, ഒരു സിസ്റ്ററെ, എന്റെ അച്ഛൻ്റെ ദേഹത്ത് ഒരു ഭൂതമുണ്ട്. ചിലപ്പോ എന്നോടങ്ങ് ചാടിക്കേറി വരും. ഫോണിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പം ഫോണെ കുത്തല്ലേ എന്നൊന്ന് പറഞ്ഞാൽ മതി, ചാടി എഴുന്നേറ്റ് കൊങ്ങായിക്ക് പിടിക്കാൻ വരുന്നു. ഭയങ്കര ബഹളം, സമാധാനം മുഴുവൻ കളയും. പിന്നെ ഭക്ഷണം പിള്ളേരും കഴിക്കത്തില്ല, ഞാനും കഴിക്കത്തില്ല. അന്നത്തെ സമാധാനം മുഴുവൻ പിശാചൻ അപഹരിച്ചു. ഹല്ലേലൂയ. സ്വസ്ഥതയെ കെടുത്തുന്ന, ഹല്ലേലൂയ, ദൈവങ്ങളെ, നമ്മൾ അതിനെ ജയിക്കണം, ജയിക്കണം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, സിസ്റ്ററെ ഒന്നും പറയാൻ പോകണ്ട, ഒന്നും. ചില അച്ഛനുള്ളവര് എന്തെങ്കിലും ആന്റിമാര് ഉപദേശം കൊടുക്കുമ്പോഴുണ്ടല്ലോ അവർക്ക് ഇഷ്ടമില്ല, അവർക്ക് ഇഷ്ടമില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ. അച്ഛൻ നല്ല ഉറക്കം പിടിച്ചെന്ന് കാണുമ്പോ 2 തുള്ളി കണ്ണുനീര് അച്ഛന്റെ ദേഹത്ത് വീണാ മതി, കുഞ്ഞേ, അച്ഛന് വിടുതല. ദൈവമേ, ഈ മുൻകോപം ഒന്ന് മാറണേ, ഈ മുൻകോപം ഒന്ന് മാറണേ. ഹല്ലേലൂയ. വ്യക്തികളെ രൂപാന്തരപ്പെടുത്താൻ ദൈവത്തിന് കഴിയും. എനിക്കറിയാം പ്രിയമുള്ളവരെ, ഒരു സഹോദരി വളരെ എതിർപ്പിന്റെ മധ്യത്തിൽ സ്നാനപ്പെട്ടു. വീട്ടിൽ ചെന്നപ്പോൾ ഭർത്താവ് ചോദിക്കുക, നീ ഇനി കുരുള പാസ്റ്ററോടെ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുവോടി? കാരണം പുള്ളിക്ക് സ്നാനം എന്നാന്ന് അറിയത്തില്ല. പ്രിയമുള്ളവരെ, നീ ഇനി കുരുള പാസ്റ്ററോടെ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുവോടി? പെരക്ക് ചുറ്റുമിട്ട് ഓടിക്കുക. ഉടനെ ആരോ പറഞ്ഞു, പാസ്റ്ററെ സ്നാനപ്പെട്ട് കഴിഞ്ഞ ആന്റിയായിട്ട് ഓടിക്കുക. ഉടനെ കുറെ ഓടിക്കഴിഞ്ഞപ്പോ ഈ ആന്റി കഥച്ചപ്പം പറഞ്ഞു, അച്ഛാ പെട്ടത് പെട്ടു, ഇനി ഞാൻ സ്നാനപ്പെടത്തില്ല.
അങ്ങനെ വഴിക്കുവാ പുള്ളി അന്നേരവാ ആ വഴക്ക് നിർത്തിയത്. കാരണം ഈ അച്ഛൻ അറിയത്തില്ല സ്നാനം എന്താന്ന് അറിയത്തില്ല പ്രിയമുള്ളവരെ, വിശ്വാസ സ്നാനം ഒരിക്കലാന്ന് അറിയത്തില്ല. അച്ചാച്ചന് ചെന്നിട്ട് പറഞ്ഞു, സഹോദര പെടുത്തി, ഇനി ഞാൻ സ്നാനപ്പെടുത്തത്തില്ല. നാട്ടുപാസ്റ്ററെ കുറച്ചു കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ സ്നാനം എന്താന്ന് അറിഞ്ഞപ്പോ ഈ മകനെ സ്നാനപ്പെടുത്തുവാൻ എന്റെ പിതാവ് മക്കളെ. ചിലരിങ്ങനെ ചാടിത്തുള്ളിയൊക്കെ നടക്കുന്നത് അവരുടെ അജ്ഞതയാ പ്രിയമുള്ളവരെ, അജ്ഞതയാ. അവർക്ക് ചില ദുരാത്മാവ് കയറി ബന്ധിച്ചിരിക്കുക. ഹല്ലേലൂയ. ഈ ഭൂതങ്ങളാൽ ബാധിക്കപ്പെട്ട മറിയ ഉണ്ടല്ലോ, അവിടെ ദേഹത്ത് നിന്ന് ഭൂതം മാറിയപ്പോഴുണ്ടല്ലോ അവള് ക്രൂശിനരികെ നിൽക്കുന്ന മറിയായിട്ട് മാറി. ഭൂതങ്ങളാൽ ബാധിക്കപ്പെട്ട മറിയ ക്രൂശിനരികെ നിൽക്കുന്ന മറിയായിട്ട് മാറി. എന്റെ സഹോദരിമാര് കർത്താവിന്റെ ധീര പടയാളികളാ. ഹല്ലേലൂയ. ഒരു പെണ്ണായി പോയല്ലോ എന്ന് പറഞ്ഞ് താടിക്ക് കൈ കൊടുത്തിരിക്കാനല്ല കുഞ്ഞെ ദൈവം നിന്നെ വിളിച്ചത്. നീ ഒരു സഹോദരനാണോ സഹോദരിയാണോ, ഇതെന്റെ ദൈവത്തിന് വിഷയമല്ല. എന്റെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി പരമാർത്ഥതയോടെ നിഷ്കളങ്കതയോടെ സഹോദരന്മാരെ നിർത്താൻ തയ്യാറായില്ലെങ്കിൽ പാവപ്പെട്ട നിഷ്കളങ്കരായ കുറച്ച് സഹോദരിമാരെ എന്റെ ദൈവം എഴുന്നേൽപ്പിക്കും. എന്റെ ദൈവം എഴുന്നേൽപ്പിക്കും. ആ കൂട്ടത്തിൽ നീയുമുണ്ട് കുഞ്ഞേ. കർത്താവിന് വേണ്ടി പരമാർത്ഥതയോട് സമയം വൈകിട്ടില്ലെന്നേ. പ്രായമുള്ള മാതാക്കളെ, സമയം വൈകിട്ടില്ല. മരണം വഴിയായി നീ മാറ്റപ്പെടേണ്ട സാഹചര്യങ്ങളൊക്കെ കടന്നുപോയി. നിന്നെ നിർത്തിയിരിക്കുന്നത് എന്തിനാണെന്നറിയാവോ? നിന്നെ എന്റെ കർത്താവിന് മാനിക്കണം, നിത്യതയെ കൊണ്ട് മാനിക്കണം. അവന് വേണ്ടി നീ കുറച്ചും കൂടെ ഓടാനുണ്ട്. ക്രിസ്തീയ ജീവിതത്തിൽ പെൻഷൻ പറ്റുന്ന വരുമാടിയില്ല. ഹല്ലേലൂയ. ഗവൺമെന്റ് ജോലിയാണെങ്കിൽ 50 വയസ്സ് 60 വയസ്സാണ്. എന്നാൽ നമ്മുടെ പെൻഷൻ എപ്പോഴാണെന്നറിയാവോ? തൊണ്ടയ്ക്ക് ജീവനുള്ളിടത്തോളം. ഹല്ലേലൂയ. തൊണ്ടയ്ക്ക് ജീവനുള്ളിടത്തോളം നിൽക്കണം പ്രിയമുള്ളവരെ. ഇതിനപ്പുറത്തിന് ഭാഗ്യമില്ല സഹോദരിമാരെ. ക്രൂശിനരികെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ക്രൂശിന്റെ മാർഗത്തിന് വേണ്ടി നിൽക്കുക. ഒരു കാലത്ത് ക്രിസ്ത്യാനികളെയും ക്രിസ്തുവിന്റെ നാമത്തെയും ഏതു വിധേനയും സ്വന്തം രാജ്യത്ത് നിന്ന് തുടച്ചു മാറ്റണമെന്ന് ആഗ്രഹിച്ച ശൗൽ എന്ന പൗലോസ് ക്രിസ്തുവിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ടപ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ വശ്യശക്തി തന്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞപ്പോൾ ആ ഭക്തൻ നിന്ന് വിളിച്ചു പറയുകയാ, ക്രിസ്തുവേശുവേ, അങ്ങേക്ക് വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല മരിപ്പാനും ഞാനിതാ തയ്യാറായിരിക്കുന്നു. ഹല്ലേലൂയ. സഹോദരിമാരെ, രാജീവ് ഗാന്ധിയെ കൊല്ലാൻ വേണ്ടി ദേഹത്ത് ബോംബ് വെച്ച് കെട്ടിയത് 2 സഹോദരിമാര്. ചാവേർ സംഘടനകളുണ്ട് പ്രിയമുള്ളവരെ. അവര് വിശ്വസിക്കുന്ന സംഘടനയ്ക്ക് വേണ്ടി അവര് പൊട്ടിത്തെറിച്ച് ബോംബ് ദേഹത്ത് വെച്ച് അടുത്ത നിമിഷം പൊട്ടിത്തെറിക്കുമെന്ന് അവർക്ക് അറിയാമെങ്കിലും അവരാ ബോംബ് ദേഹത്ത് വെച്ച് കെട്ടും. എന്തിനാ? അവര് വിശ്വസിക്കുന്ന ഒരു സംഘടനയ്ക്ക് വേണ്ടിയാണെങ്കിൽ ഒരിക്കലും നശിച്ചു പോകാത്ത നിത്യരാജ്യത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ പടയാളിയെ, ധീരയോദ്ധാക്കളെ, ക്രിസ്തുവിന്റെ പടയാളികളെ, എന്റെ കർത്താവിന്റെ ധീര പടയാളികളാണ് ഇവിടെ വന്നിരിക്കുന്ന. പടക്കളത്തിൽ ആത്മനാഥന് വേണ്ടി പൊരുതാനുള്ളവരാണ്. ഹല്ലേലൂയ. മരണം വരെ അപ്പന് വേണ്ടി പൊരുതാനുള്ള പടയാളികളാണ് ഇവിടെ ഇരിക്കുന്നത്. ചുമ്മാ ആരും ഇവിടെ വന്നിട്ടില്ലെന്നേ. എന്റെ കർത്താവിന്റെ മുന്നിൽ വിലയേറിയ എന്റെ സഹോദരിമാരും കുഞ്ഞേ, നിന്നെ പലരും വിലയില്ലാത്തവളും നിന്റെ വാക്കുകൾക്ക് വിലയില്ലാത്തവളായി തള്ളിക്കളഞ്ഞേക്കാം. എന്നാൽ എന്നിലും നിന്നിലും വ്യാപരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. നിന്റെ വാക്കുകളിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. നീ അത് തിരിച്ചറിയാതെ പോകല്ലേ പ്രിയമുള്ളവരെ. മൈറ്റി അമ്മച്ചിയുടെ അനുഭവം കേട്ടിട്ടുള്ളവരുടെ ഒന്ന് കൈവോക്കിക്കേ. ആരേലും ഉണ്ടോ മൈറ്റി അമ്മച്ചി? ഒരമ്മച്ചി യോഗത്തിനിരുന്ന് എപ്പോഴും പറയും മൈറ്റ് ജീസസ്. അമ്മച്ചിക്ക് 2 ഇംഗ്ലീഷേ അറിയത്തുള്ളൂ. പിള്ളേർ അമ്മച്ചിയെ കളിയാക്കി മൈറ്റി അമ്മച്ചി എന്ന് വിളിക്കും പ്രിയമുള്ളവരെ. അമ്മച്ചിക്ക് അധികം ഇംഗ്ലീഷ് അറിയത്തില്ല, പക്ഷെ അറിയേണ്ട 2 ഇംഗ്ലീഷ് അമ്മച്ചി അറിഞ്ഞു. മൈറ്റി ജീസസ്, സർവശക്തനായ ദൈവം, ഓൾ മൈറ്റി ജീസസ്. ഈ 2 വാക്ക് അമ്മച്ചി പറയും. അമ്മച്ചിയെ പിടിക്കാൻ ഒരു കള്ളം വന്നു കേട്ടോ. അമ്മച്ചി തന്നേ ഉള്ളൂ. അമ്മച്ചി അറിയാവുന്ന ഇംഗ്ലീഷ് അങ്ങ് പ്രയോഗിച്ചു.
mighty name of Jesus. ഹല്ലേലൂയ. കള്ളം പുറകോട്ട് പോയി കുഞ്ഞേ ഹല്ലേലൂയ. ഒരു പക്ഷെ മറ്റുള്ളവർ നീ പറയുന്ന വാക്കുകളിൽ കളിയാക്കുമായിരിക്കാം. നിന്റെ അതിരത്തിൽ തന്നെ മരണവും ജീവനും ഇരിക്കുക. നിന്റെ നാവ് കൊണ്ടൊന്ന് പറഞ്ഞ് കൽപ്പിക്കാനുള്ള അധികാരം ദൈവം തന്നിട്ടുണ്ടെന്ന് കുഞ്ഞെ നിന്നെ ഭാരപ്പെടുത്തുന്ന വിഷയത്തെ നോക്കി ആത്മാവിൽ കൽപ്പിച്ചേ. നീ കർത്താവിന്റെ പടയാളിയാ. നിന്നെ ചുമ്മാ വിളിച്ചതല്ല ദൈവം. അവന്റെ രക്തം തന്നാ നിന്നെ വിളിച്ചെങ്കിൽ ആത്മാവിൽ ആ വിഷയത്തെ നോക്കി ഒന്ന് കൽപ്പിച്ചേ. യേശുവിന്റെ നാമത്തിൽ ചില വേദനകൾ മാറട്ടെ, ഒരു വെല്ലുവിളികൾ മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, സൗദി അറേബ്യയിൽ വെച്ച് ഞാനും എന്റെ യോഹാമോനും കൂടെ വേസ്റ്റ് കളയാൻ പോവാ. ഒരു അറബി, അജാനുബാഹുവായ ഒരു അറബി, അവിടെ പലപ്പോഴും ഈ സഹോദരിമാര് ജോലിക്ക് പോകാൻ വേണ്ടിയൊക്കെ നിൽക്കുമ്പോൾ സൗദി ജീവിച്ചിട്ടുള്ളവർക്ക് അറിയാം. ഒരു സഹോദരി ഇങ്ങനെ പോക്കറ്റില് മൊബൈലൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുക. രണ്ടുപേര് ബൈക്കേ വന്നിട്ട് ഒരാള് ആ സഹോദരിയുടെ മുഖമൊക്കെ പിടിച്ച്, അത് കഴിഞ്ഞ് ഒരാള് ഈ പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുത്തുകൊണ്ട് പോയി. ഒത്തിരി സഹോദരിമാരെ ഉപദ്രവിച്ചു. ഈ വ്യക്തി തന്നെ ഞങ്ങളുടെ അടുത്തുള്ള റോസമ്മ എന്ന് പറയുന്ന ആന്റി ബാഗ് ഇങ്ങനെ തോളയിലിട്ടുകൊണ്ട് പോവാ. ഈ ബാഗിന്റെ ബാഗിയെ പിടിച്ച് വലിച്ചു. വള്ളി മാത്രം അമ്മയുടെ തോളെ കിടന്നു കേട്ടോ. പിന്നെ താക്കോല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ അടുത്ത ഒരു സിസ്റ്റർ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ പുറകെ ഇങ്ങനെ നിന്നിട്ട് ആ റൂമിലോട്ട് കയറാൻ വേണ്ടി അവിടെ ജീവിച്ചിട്ടുള്ളവർക്ക് അടുത്ത സിറ്റുവേഷൻ അറിയാം. ഇങ്ങനെ തുറക്കുമ്പോഴുണ്ടല്ലോ ഈ വ്യക്തി കയറി വട്ടം പിടിച്ചു. ഹല്ലേലൂയ. ഈ സൗദിയെ, ഈ പുള്ളിയെയും കൊണ്ട് അവരുടെ നാടല്ലേ, അന്യദേശത്ത് നമ്മൾ ജീവിക്കുന്നത്. ശരിക്കും പറയാൻ പ്രിയമുള്ളവരെ, ഇവിടെ ബംഗാളികളൊക്കെ ജീവിക്കുന്നത് പോലെ. പിന്നെ ഇവിടെ വരുമ്പോ ഇച്ചിരി പെർഫ്യൂം ഒക്കെ അടിച്ച് നടക്കുന്നതേ ഉള്ളൂ. അല്ല, ഗൾഫിലാന്ന് അങ്ങനെയൊക്കെ പറയാം. നമുക്ക് അവിടെ ചെല്ലുമ്പോ നമ്മൾ ഒന്നും അല്ലെന്നേ. നമ്മൾ അല്ലേ, നമ്മൾ ചില സൗകര്യമാർ പറയുന്നത് ഗ്ലോറി ആന്റി ബംഗാളികളെ കാട്ടി കഷ്ടമാണ്. സത്യം. ഇവിടെ ഇങ്ങനെയൊക്കെ നമുക്ക് അത്ര വേദനയോട് അവിടെ ജീവിക്കുന്ന പ്രിയമുള്ളവരെ. ഇത്രയും നാള് ഗൾഫിലായിരുന്നു എന്നൊക്കെ പറയുമ്പോ അയ്യോ അവിടെയൊക്കെ ആയിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോ അവിടെ ജീവിക്കുമ്പോഴാണ് അതിന്റെ പാടത്തറിയും. ചങ്ക് പിടച്ചാ ജീവിക്കുന്നത്. ഒരു സഹോദരി പാവ ഈ വ്യക്തി വന്ന് ഇങ്ങനെ റൂം തുറക്കാൻ ഇങ്ങനെ എന്തോ ഇട്ട് ഈ മോളി എന്ന് പറയുന്ന ആന്റി കസാരയിൽ താഴെ പോയി ഈ വ്യക്തിയെ പേടിച്ചിട്ട് ഞാൻ ഈ യോഹാമോനും കൂടെ വേസ്റ്റ് കളയാൻ പോവാ. കർത്താവെ, ആ വേസ്റ്റ് അങ്ങോട്ട് ഇടുക. ഈ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരുമ്പോ കയറി പിടിക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് ഈ മൈറ്റി അമ്മച്ചിയുടെ കാര്യം ഓർത്ത് പ്രിയപ്പെട്ടവരെ, ഞാൻ മൈറ്റി നെയിം ഓഫ് ജീസസ് പറഞ്ഞിട്ട് 2 അന്യഭാഷ അങ്ങോട്ട് പറഞ്ഞു കേട്ടോ. ഇവൻ ഒരൊറ്റ ഓട്ടം ഓടിയിട്ട് ഹല്ലേലൂയ തിരിഞ്ഞു നോക്കാതെ ഓടുക. പ്രിയമുള്ളവരെ, യോഹാൻ എന്നോട് പറയുക പേടിച്ചിട്ട് എന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചതാണ്. ഞാൻ പറഞ്ഞു അല്ല മോനെ, ഹല്ലേലൂയ. കുഞ്ഞു ചോദിക്കും അമ്മ എന്തോ അമ്മ ഇപ്പൊ ഈ റോഡിൽ നിന്ന് അന്യഭാഷ പറയുന്നത്. ഞാൻ പറഞ്ഞു മോനെ, ഞാൻ പെട്ടെന്ന് ഓർത്തു ഒരു അമ്മച്ചിയെ പിടിക്കാൻ കള്ളം വന്നപ്പോ അമ്മച്ചി മൈറ്റി നെയിം ഓഫ് ജീസസ് എന്ന് പറഞ്ഞപ്പോ കള്ളനോടിയെങ്കില് കുഞ്ഞെ എന്നിലും നിന്നിലും വ്യാപരിക്കുന്ന ഒരാശയമുണ്ടെന്ന് നീ അത് തിരിച്ചറിയാതെ പോകല്ലേ. ആ പരിസരത്ത് പിന്നെ അവനെ കണ്ടിട്ടില്ല കേട്ടോ. പരിസരത്ത് അവൻ വന്നിട്ടില്ല. കുഞ്ഞെ ചങ്ക് പിടയ്ക്കുമ്പോൾ ഞാൻ വലിയ സത്യം പറയാൻ പ്രിയമുള്ളവരെ, ഞാൻ ഒത്തിരി ധൈര്യത്തോടല്ല പറഞ്ഞേ, മുട്ട് പിടച്ചോണ്ടാ പറഞ്ഞ അന്യഭാഷ. പേടിച്ചിട്ടാണേലും നീ പറയുന്നത് യേശുവിന്റെ നാമമാണെങ്കിൽ അതിനൊരു ശക്തിയുണ്ടെന്ന്. യേശുവിന്റെ നാമം സകല നാമത്തിലും മേലായ നാമമാ. കുഞ്ഞു നിന്നെ ഭാരപ്പെടുത്തുന്ന വിഷയത്തെ നോക്കി ആത്മാവിൽ നിന്ന് കൽപ്പിച്ചേ. മൈറ്റി നെയിം ഓഫ് ജീസസ്. അത്യുന്നതനായ ദൈവം, അത്യുന്നതനായ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് വേണ്ടി സർവ്വതും ചെയ്യുന്ന ദൈവം. എന്റെ ദൈവത്താൽ അസാധ്യം എന്തെങ്കിലും ഉണ്ടോ പ്രിയമുള്ളവരെ? എന്താണ് ഈ ഒരു അമ്മച്ചി ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞു, എനിക്ക് ആരുമില്ല, കർത്താവ് മാത്രമേ ഉള്ളൂ. ഉടനെ എന്റെ പിതാവ് പറഞ്ഞു, അമ്മച്ചി അങ്ങനെ പറയല്ലേ, കർത്താവ് ഉണ്ടെങ്കിൽ അത് മതി. എനിക്ക് ആരുമില്ല, കർത്താവ് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞാൽ കർത്താവ് അത്ര വില പറഞ്ഞ ആളാണോ പ്രിയമുള്ളവരെ? കുഞ്ഞേ, ഈ ലോകത്തിലെല്ലാരും നിനക്കുണ്ടായിട്ട് കർത്താവ് നിന്റെ കൂടെ ഇല്ലെങ്കിൽ നീ ഒരു വട്ടപൂജ്യമാ. എന്നാൽ ഈ ലോകത്തിൽ ആരും നിനക്കില്ലെങ്കിലും, നിനക്കൊന്ന് ആശ്വാസം പകരാൻ ആരുമില്ലെങ്കിലും, നിന്നെ ഒറ്റയ്ക്ക് ഇരുന്നാലും കുഞ്ഞെ നിന്റെ കൂടെ നിന്റെ പ്രാണപ്രിയനുണ്ടെങ്കിൽ അത് മതിയെന്ന് ആത്മാവിലെന്ന് പറഞ്ഞ് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ് പറ.
നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. അന്യഭാഷയിലൊന്ന് പറഞ്ഞേ, ഈ ക്രൂശിനരികെ നിൽക്കുന്ന മറിയം കർത്താവിനെ ഞാൻ പറയാം, യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് പറയുന്നുണ്ട്. അത് യോഹന്നാൻ. ഈ യോഹന്നാനുണ്ടല്ലോ യേശുവിന്റെ കാര്യത്തിൽ ഭയങ്കര പൊസസീവ് ആയിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഓർക്കാം, പണ്ട് എന്റെ ശാരോമോള് അവളിങ്ങനെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോ കൈ ഓർത്ത് പിടിക്കാൻ വേണ്ടി ഏതേലും സഹോദരിമാർ എന്റെ കയ്യെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവള് പറയാം എന്റെ മമ്മിയോ. ഞാൻ പറയാം അതേടി നിന്റെ മമ്മി ആ കൈ ഓർത്ത്. കാരണം ഭയങ്കര പൊസസീവാ അല്ലേ. ചില ആണുങ്ങളുണ്ട്, എന്റെ ഭാര്യ എന്റെ അച്ഛനോട് മിണ്ടല്ലേ, അങ്ങനെയൊക്കെ അല്ലേ. ചിലവരുണ്ട് അങ്ങനെ. ഹല്ലേലൂയ. അത് അവർക്ക് ആ സ്നേഹം കൂടുതൽ കൊണ്ടായിരിക്കാം. ചിലവരുണ്ട് എപ്പോഴും എടുത്തെടുത്ത് പറയും എന്റെ അച്ഛൻ. ചിലവർ പറയും നിനക്ക് മാത്രമേ അച്ഛനുള്ളൂ. കാരണം അത്ര സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കാം. ഹല്ലേലൂയ. ഈ ഹല്ലേലൂയ ദൈവമക്കളെ, ആ മറിയ കർത്താവിനെ ആഴത്തിൽ സ്നേഹിച്ചു. നമുക്ക് സ്നേഹമൊക്കെ കർത്താവ്. ഈ യോഹന്നാന്റെ സ്വഭാവം എന്താണെന്നറിയോ? യേശു എവിടെ പോയിരുന്നാലും ആ മാറോട് ചത്തു. ഇപ്പൊ ഞാൻ പറയും യേശോപ്പച്ചൻ ഇവിടെ വരുവാന്ന് വെച്ചോ, നിങ്ങൾ യേശോപ്പച്ചന്റെ അടുത്ത് പോലും എല്ലാവർക്കും കൊതിയല്ലേ പ്രിയമുള്ളവര് യേശോപ്പച്ചന്റെ അടുത്ത്. ഈ യോഹന്നാൻ ആ യേശുവിന്റെ ആർക്കും യേശോപ്പച്ചനെ വിട്ടുകൊടുക്കത്തില്ല. യോഹന്നാൻ യേശുവിന്റെ മാറോട് ചാരിയിരിക്കും. അത് യേശു അവനെ ഒത്തിരി സ്നേഹിച്ചു പ്രിയമുള്ളവരെ. അന്ന് യേശു മനുഷ്യനായിട്ട് വന്നപ്പോൾ ഈ യോഹന്നാൻ ഇങ്ങനെ മാറോട് ചാരിയിരുന്നേ. കുഞ്ഞെ, ഇന്ന് നിനക്ക് മാറോട് ചാരാം. വിശ്വാസത്താൽ അവന്റെ മാറോട് ചാരാന്ന്, അപ്പായെ ഒത്തിരി സ്നേഹിക്കാന്ന്. എങ്ങനെയാ? പ്രാർത്ഥനയിലൂടെ അവനോട് പറ്റിയിരിക്കുക. ഞാൻ അവനെ വിടിക്കും, അവനെ നാമത്തെ അറിയിക്കുക, ഞാൻ അവനെ എത്തും. നമുക്ക് ആഗ്രഹമില്ല യേശു നമ്മളെ ഒത്തിരി സ്നേഹിക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ അവന്റെ മാറോട് നമ്മളൊന്ന് ചാരിയിരിക്കണം സഹോദരിമാരെ. അവൻ മാറോട് നമ്മൾ ചാരിയിരുന്നാലുണ്ടല്ലോ അപ്പൊ നമ്മളെ ഒത്തിരി സ്നേഹിക്കും പ്രിയമുള്ളവരെ. ആ യേശുപ്പായെ ആഴത്തിൽ സ്നേഹിച്ച് പക്ഷെ മറിയായിരുന്നു. ഈ മറിയുണ്ടല്ലോ അവളിങ്ങനെ കല്ലറയ്ക്കലേക്ക്, ആദ്യം ഭൂതങ്ങളാൽ ബാധിക്കപ്പെട്ട മറിയ, രണ്ടാമത് ഞാൻ പറഞ്ഞത് ക്രൂശിനരികെ നിൽക്കുന്ന മറിയ, മൂന്നാമതൊരു മറിയെ നമുക്ക് പറ്റി. എന്താണെന്നറിയാവോ? അവള് വലിയൊരു ചോദ്യത്തിന് മുന്നിൽ നിൽക്കുക. ആ കല്ലറയ്ക്കലേക്ക് അവള് അവക്കറിയാം യേശു ഉയർത്തെഴുന്നേക്കുമെന്ന്. ആരാ കല്ലുരുട്ടി മാറ്റുന്നേ? കർത്താവിനെ സ്നേഹിക്കുന്ന കുഞ്ഞേ, ഒരു വലിയ ചോദ്യവുമായി ആലയത്തിലേക്ക് കടന്നു വന്ന പൈതലേ, നീ ഓർക്കുക ആരാ എനിക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റുന്നേന്നല്ലേ? ഏറ്റെടുത്ത ദൈവം തന്റെ ദൂതനെ അയക്കുമെന്ന്. നിനക്ക് വേണ്ടി ചില കല്ലുകളെ ഉരുട്ടി മാറ്റുവാൻ ദൈവം തന്റെ ദൂതനെ അയക്കും. ഒരു വലിയ ദൂത പ്രിയമുള്ളവരെ, കർത്താവിനെ ആഴത്തിൽ സ്നേഹിച്ച് ഈ ആലയത്തിലേക്ക് വന്ന എന്റെ പ്രിയ സഹോദരിമാരെ, നീ ഒരു ചെറുവിരലായി കണ്ട, നിനക്ക് വേണ്ടി അവൻ തന്റെ ദൂതനെ അയക്കാൻ പോവുക. വലിയമല്ല, 100 പേര് പിടിച്ചാലും പൊങ്ങത്തില്ലെന്നേ. എന്നാൽ എന്റെ അപ്പൻ നിനക്ക് വേണ്ടി ദൂതനെ അയക്കാൻ പോവാം. ഭാരപ്പെടുന്ന ജീവിതത്തിന് വേണ്ടി എന്റെ അപ്പൻ ദൂതനെ അയക്കാൻ പോവാന്ന്. കുഞ്ഞെ, നീ ഒരു വിഷയത്തിലായിരിക്കുമ്പോൾ നിന്നെ സഹായിപ്പാൻ ആരുമില്ലെങ്കിലും നിനക്ക് വേണ്ടി അവൻ തന്റെ ദൂതനെ അയക്കും. നിനക്ക് വേണ്ടി അവൻ തന്റെ ദൂതനെ അയക്കും. അവളിങ്ങനെ അങ്ങോട്ട് പോകുമ്പോ ഓർക്കുക, ആര് കുഞ്ഞെ യേശുവിനെ സ്നേഹിച്ച രാവിലെ വേണേ കിടന്ന് ഉറങ്ങത്തില്ലായിരുന്നു അല്ലെ? രാവിലെ ഇച്ചിരി കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഉച്ചവരെ കിടന്ന് ഉറങ്ങത്തില്ലായിരുന്നു. അപ്പന്റെ സാന്നിധ്യം അറിയാനല്ലേ ഈ ആലയത്തിലേക്ക് വന്നേ. കുഞ്ഞെ, ദൈവം നിന്നെ വെറുതെ പറഞ്ഞയക്കത്തില്ല കേട്ടോ. ദൈവം നിന്നെ വെറുതെ പറഞ്ഞയക്കത്തില്ല. നിന്നെ തകർക്കാൻ ശത്രു നോക്കിയ സ്ഥാനത്ത് ഈ ആലയത്തിൽ ഇവിടം വരെ നിന്നെ കൊണ്ടുവന്നത് നീ വന്നതല്ല, ദൈവം നിന്നെ കൊണ്ടുവന്നതാ. നീ വന്നതല്ല കുഞ്ഞെ. പ്രശ്നം വെച്ച് നോക്കുമ്പോ നീ വീട്ടിൽ കിടന്ന് കരയണ്ടോ?
താങ്ങിക്കൊണ്ടുവന്നതാ. ചില സഹോദരിമാര് പറയും ഗ്ലോറി സിസ്റ്റർ വരണമെന്ന് ഓർത്തതാ. പക്ഷെ പെട്ടെന്ന് ഒരു നിരാശ അങ്ങ് വന്ന് അവിടെ കയറി അങ്ങ് കിടന്നു കട്ടിലേല്. രാവിലെ അച്ഛനുമായിട്ട് ഒരു അടി. എന്നാ പറയുന്നത്, അവിടെ കയറി ഞാൻ കിടന്ന സന്തോഷത്തെ അങ്ങ് കളഞ്ഞ് കുഞ്ഞിനെ അതിനെ ജയിച്ചാലുണ്ടല്ലോ ആ കെട്ട് അങ്ങോട്ട് പൊട്ടുക. നിരാശ മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയാൽ അതൊരു ബന്ധനം അഴിവാ പ്രിയമുള്ളവരെ. എന്നാൽ പലപ്പോഴും നമ്മളെ ഒന്ന് പ്രാർത്ഥിക്കാൻ സമ്മതിക്കുന്നില്ല. പ്രിയാന്റി ഒരാഗ്രഹം പറഞ്ഞു, ഞാൻ പോയാൽ ഇവിടെ പ്രാർത്ഥന ഉയരണം. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കും എന്റെ സഹോദരിമാരതൊക്കെ ഏറ്റെടുത്ത് ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ഇവിടെ നടക്കുന്ന ഈ സാധുക്കളായ സഹോദരിമാരെ ഇവിടെ കടന്നു വരുന്നത് ദൈവ സാന്നിധ്യം അറിയാൻ വേണ്ടി മാത്രം ഇവിടെ കടന്നു വരുന്നതാ. നിങ്ങൾ കടന്നു വന്നത് ഒരിക്കലും വൃഥാവായി തീരത്തില്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ആ മറിയ ഒരു വലിയ ചോദ്യത്തിന് മുന്നിൽ നിൽക്കുക. ഒരു വലിയ ചോദ്യം, ആരാ എനിക്ക് വേണ്ടി ചെയ്യുന്നേ? ആരാ എനിക്ക് വേണ്ടി ചെയ്യുന്നേ? കുഞ്ഞെ, ദൈവത്തിന്റെ ദൂതൻ. ദൈവത്തിന്റെ ദൂതനാ നിനക്ക് വേണ്ടി ചെയ്യുന്നത്. ഇനി ഞാൻ എന്റെ ഒരു അനുഭവം പറയട്ടെ. ഹല്ലേലൂയ. എന്റെ ആദ്യത്തെ കുഞ്ഞ് ജനിക്കുമ്പോൾ ഈ മേനന്തോട്ട ഹോസ്പിറ്റലിലായിരുന്നു. എന്റെ മാതാവ്, എന്റെ ഹസ്ബൻഡിന്റെ മാതാവ്, വീട്ടുകാരും എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ എന്റെ ചെറിയൊരു പ്രായം കേട്ടോ, ഞാൻ എന്ത് ചെയ്താലും എനിക്കതിപ്പോ ഓർക്കുമ്പോ എനിക്കത് ചിരി വരും. ഹല്ലേലൂയ. ലേബർ റൂമിൽ കയറത്തില്ല പ്രിയമുള്ളവരെ. അവിടെ ഇങ്ങനെ ചുരിദാറും ഒക്കെ ഇട്ട് ഷാളും ഒക്കെ ഇട്ട് അവിടെ ഇരിക്കുക. ഹല്ലേലൂയ. എന്ത് ചെയ്താലും ആ ലേബർ റൂമിൽ കയറി അവിടെ ഞാൻ ഇരിക്കത്തില്ല. ഹല്ലേലൂയ. ഞാൻ എന്നിട്ട് ആ ഡോക്ടറോട് കൈ കുപ്പിക്കൊണ്ട് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് ഇവിടെ ഇങ്ങനെ കിടക്കാൻ പറ്റത്തില്ല, എന്നെ അങ്ങ് ഓപ്പറേഷനിലേക്കാവോ? എന്റെ മാതാവിനെ എല്ലാം വിളിച്ച് ഈ ഡോക്ടർ, ഇതൊക്കെ ചെറിയ പ്രായമായതുകൊണ്ട് എനിക്ക് ഇതൊന്നും ഇങ്ങനെ അങ്ങ് വിറയ്ക്കുക. ഇവരെല്ലാം കൂടി ഇങ്ങനെ വരുന്ന കാണുമ്പോ ഞാൻ ഇന്നലെ പറഞ്ഞു, എന്റെ പൊന്നു കൊച്ചേ, നിനക്കൊരു മടത്തിലമ്മ. ആ ഡോക്ടർ പറയാം, ഞാൻ ആരോട് പറയാൻ പാടില്ലാത്തതാ. എന്റെ പൊന്നു കുഞ്ഞ്, നീ എന്തിനാ കല്യാണം കഴിക്കാൻ പോയ? വല്ല മടത്തിലോ വല്ല പോകത്തില്ലായിരുന്നോ? അല്ലെ TPM-ലെ മദറായിട്ട് അങ്ങ് പോകാൻ മേലായിരുന്നോ? എന്തിനാ നീ കല്യാണം കഴിക്കാൻ പോയെ? നീ ഞങ്ങൾക്ക് പണി ഉണ്ടാക്കാനായിട്ട് എന്റെ മാതാവിനെയും ഈ മാതാവിനെയും ഒക്കെ വിളിച്ചിട്ട് ഈ കൊച്ചിന്റെ വയറ്റിൽ നിന്ന് ഞങ്ങൾ എങ്ങനെ കുഞ്ഞിനെ എടുക്കുന്നത്? ഞങ്ങളോട് ഒരു തരത്തിൽ സഹകരിക്കത്തില്ല. ദൈവമക്കളെ, അങ്ങനെ എന്നെ ഓപ്പറേഷൻ ചെയ്ത് കേട്ടോ. 4 കിലോ ഉള്ള ഒരു കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്ത്. അപ്പൊ പിന്നെ ഞാൻ ഓർത്ത്, കർത്താവെ ഒറ്റ കുറിച്ച് മതി. ഹല്ലേലൂയ. എന്റെ ദൈവമേ, എനിക്കിങ്ങനെ ഭീകരം, ഞാൻ യേശുപ്പച്ചനെ വിളിച്ച് എവിടെയായാലും ജീവിച്ചോളാം. 9 വർഷങ്ങൾ എനിക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു എന്റെ ശരീരം. എന്നാൽ സൗദി അറേബ്യയിൽ വെച്ച് എന്റെ മോന് ഞാൻ 9 വർഷം കഴിഞ്ഞ് ഞാൻ പ്രഗ്നന്റ് ആകുമ്പോ അന്ന് കൊഞ്ചിക്കാൻ അമ്മയില്ല, അമ്മായിയമ്മയില്ല, ആരുമില്ല പ്രിയമുള്ളവര്. എന്നെ അവിടെ പിടിച്ച് അഡ്മിറ്റ് ആക്കിയിരിക്കുക. ഒരു അഹമ്മദ് റത്തീഫ് എന്ന് പറയുന്ന ഒരു ഡോക്ടർ അറബിയിൽ എന്തൊക്കെയോ പറയുക കേട്ടോ. അപ്പൊ ഒരു മലയാളി സ്ത്രീ എന്നോട് പറയും, മലയാളി നേഴ്സ്, എന്റെ ഗ്ലോറി സിസ്റ്ററെ ഡോക്ടർ എന്ന് പറയാതെ പറയുക, ഈ വൈദ്യന് വട്ട, ഗ്ലോറി സിസ്റ്റർ വേറെ ഏതെങ്കിലും ആശുപത്രി പൊക്കോ. കാരണം ഗ്ലോറി സിസ്റ്ററെ ഫസ്റ്റ് ഓപ്പറേഷൻ ചെയ്തതല്ലേ. ഫസ്റ്റ് ഓപ്പറേഷൻ ചെയ്ത ഒരു വ്യക്തിയെ നോർമൽ ഡെലിവറിക്ക് തയ്യാറായാലുണ്ടല്ലോ, അവിടെ ഈ റപ്ചർ ആയിട്ട് ആ വ്യക്തി മരിച്ചു പോകും. ഈ മനുഷ്യൻ ഈ ഭ്രാന്ത് ഇതറിയത്തില്ല. സിസ്റ്റർ എങ്ങനെയെങ്കിലും പൊക്കോ, എങ്ങനെയെങ്കിലും പൊക്കോ. ഞാൻ എന്തോ ചെയ്യാനാ പ്രിയമുള്ളവരെ? പുള്ളി പറയുന്നത് എനിക്ക് മനസ്സിലാകത്തില്ല, ഞാൻ പറയുന്ന പുള്ളിക്കും മനസ്സിലാകത്തില്ല. എനിക്ക് അറബി അറിയത്തില്ല, ആകെ ഒരു കലാസും ഒരു മാഫി മുച്ചുക്കിലെ കൊണ്ട് നമ്മൾ എന്തോ ചെയ്യാനാ? ഹല്ലേലൂയ. അവര് പറയുന്നത് എനിക്ക് മനസ്സിലാകത്തില്ല. ഞാൻ ഓർത്ത്, കർത്താവ് ഈ മനുഷ്യനോട് എങ്ങനെ? ഞാൻ പറഞ്ഞു, ഡോക്ടറെ, എന്നെ ഫസ്റ്റ് സിസേറിയൻ. മാഫി മുഷിക്കില്ല. പുള്ളി പറയുക, പുള്ളിക്ക് മാഫി മുഷിക്കില്ലേ, പക്ഷെ എനിക്ക് എന്താ? അപ്പൊ ഒരു പ്രശ്നവും ഇല്ലെന്നാ പറയുന്നത്. പ്രിയമുള്ളവരെല്ലാരും പറഞ്ഞു, ഈ കൊച്ചിനെ വെച്ച് ഇങ്ങനെ ഇതെന്താ? അദ്ദേഹം പറയുക, അള്ളാ പറയുക, നിന്നെ സിസേറിയൻ ചെയ്യരുത്. ദൈവമക്കളെ, നാട്ടിൽ നിന്നൊക്കെ വിളിക്കും, ആ ഡോക്ടറോട് പറ, ഡോക്ടറെ അടുക്കുന്നു, വേറെ എവിടെയെങ്കിലും പോകും. എല്ലാരും കണ്ടിന്യൂസ് പ്രിയമുള്ളവരെ. എന്നാലും വെളുപ്പിന് ഒരു 4 മണി സമയത്ത് എന്റെ ഫോണൊന്ന് സ്വിച്ച് ഓഫ് ആയിപ്പോയി. ആരുമില്ല എനിക്ക് വിളിക്കാൻ. ദൈവം അത് സ്വിച്ച് ഓഫ് ആക്കിയതാണ്. കാരണം ഈ ഫോൺ ഓൺ ആയാൽ പലരും എനിക്ക് ടെൻഷൻ തരുമെന്ന് ദൈവത്തിന് അറിയാം പ്രിയമുള്ളവരെ. അപ്പൊ ആ ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തപ്പോ പറയുവാ, അയ്യോ നിനക്ക് ലേബർ പെയിന്, നിന്നെ റൂമിലേക്ക് കൊണ്ടുപോകാൻ. ഞാനൊന്ന് ഫോൺ ഓൺ, ആരെയും വിളിക്കാനുമില്ല. ഒബ്സർവേഷൻ ഇട്ടത് എന്റെ കുഞ്ഞ് വേറെ ഒരു സ്ഥലത്താ പ്രിയമുള്ളവര്. എന്നാൽ ഹല്ലേലൂയ, ഞാൻ ആ വെളിയിൽ നിൽക്കുന്ന, നിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, എന്റെ കൂടെ ആരുമില്ല. എന്റെ ഫോൺസ് ഇംഗ്ലീഷിലാ പറഞ്ഞു, ആരുമില്ല, ഒള്ളി ജീസസ്. ഇത് കേട്ടോണ്ടുണ്ടല്ലോ, ഞാൻ നോക്കുമ്പോൾ വെള്ള ഉടുപ്പിട്ട ഒരു സഹോദരി ഓടി വരികയും, ഞാൻ ഇന്ന് വരെ ആ സഹോദരിയെ കണ്ടിട്ടില്ല പ്രിയമുള്ളവരെ. ആ സഹോദരി ഡോക്ടറോട് പറയുക, ഇതെന്റെ സഹോദരിയാണ്.
ഞാൻ ഇങ്ങനെ പ്രസംഗിക്കും പ്രിയമുള്ളവരെ, നമുക്ക് ആരും ഇല്ലാത്തപ്പോൾ ദൈവം തന്റെ ദൂതനെ വേഷം മാറ്റി അയക്കുമെന്ന് ഞാൻ എപ്പോഴും പ്രസംഗിക്കും. പക്ഷെ ഇങ്ങനെ അയക്കുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഹല്ലേലൂയ. ആ സഹോദരി എന്നോട് പറയുക, നീ നിന്റെ കൂടെ ആരുമില്ലെന്ന് പറയുമ്പോ എന്റെ ചങ്ക് പൊട്ടുന്നത് പോലെ തോന്നി. ആ സിസ്റ്റർ അവിടുത്തെ വലിയൊരു സൂപ്പർവൈസർ കേട്ടോ. ആ സിസ്റ്റർ എന്റെ അടുക്ക വന്നിരിക്കുക, എന്റെ തല ഇങ്ങനെ തൂത്ത് ഞാൻ അന്നേരം ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി കരയുക. സിസ്റ്ററിനോട് ചോദിച്ചു, നീ എന്നെ സൂക്ഷിച്ചു നോക്കി കരയുന്നേ? അന്നേരം ഞാൻ പറഞ്ഞു, ഞാൻ എപ്പോഴും പ്രസംഗിക്കുമ്പോ പറയും, നിനക്ക് ആരുമില്ലാത്തപ്പോ ദൈവത്തിന്റെ ദൂതനെ വേഷം മാറ്റി അയക്കുമെന്ന്. ഇത് ദൂതനാണോ ഞാൻ നോക്കുന്നതാ പ്രിയമുള്ളവരെ. ആ സിസ്റ്റർ പറയുക, ഞാൻ ദൂതനല്ല, ഞാനൊരു ഹിന്ദു സ്ത്രീയാ. പക്ഷെ എന്നോട് ഒരു ഉള്ളിൽ ഒരു ശക്തി പറയുക, നീ ഒരു പാവമാണ്, നിന്റെ കൂടെ നിൽക്കണമെന്ന്. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തി അന്യരാജ്യത്ത് എന്നോട് കൃപ തോന്നിച്ചെന്ന ദൈവം. നമ്മുടെ ദൈവം ആരാ പ്രിയമുള്ളവരെ? വെളുപ്പിന് 4 മണി സമയത്ത് 4 കിലോ 600 ഗ്രാം ഉള്ള കുഞ്ഞിനെ നോർമൽ ഡെലിവറി ആകുമ്പോ ആ മുസ്ലിം സ്ത്രീ പറയാ, ഹല്ലേലൂയ. ഞാൻ എന്തിനാ പറയാ, കോവെണ്ണുള്ള ആളാളൊന്നുമല്ല, എന്റെ യേശുവിനാ, മൈ ജീസസ്. ഉടനെ പുള്ളിക്കാരി പറയുക, ജീസസ് എന്ന് പറയല്ലേ, അള്ളാന്ന് പറയണം. ഞാൻ പറഞ്ഞു, ദൈവമുള്ളേ, എന്റെ യേശുവിനെ എന്നെ നടത്തുന്നേ, എന്റെ അപ്പന്റെ നാമം പറയരുതെന്നോ ഞാൻ ഹൃദയത്തിൽ പറയുകയാ പ്രിയമുള്ളവരെ. അതുപോലെ എന്നെ കൈക്ക് പിടിച്ച് നടത്തുന്നത് എന്റെ അപ്പനാ. ആരുമില്ലാത്ത മരുഭൂമിയിൽ എനിക്ക് വേണ്ടി ലേബർ റൂമിൽ ഇറങ്ങി വന്നത് എന്റെ അപ്പനാ. 4 കിലോ 600 ഗ്രാം ഉള്ള കുഞ്ഞിനെ നോർമൽ ഡെലിവറി ആകുമ്പോൾ അന്യഭാഷ കർത്താവ് എനിക്ക് വായി തന്നു പ്രിയമുള്ളവരെ. അന്യഭാഷ പറഞ്ഞുകൊണ്ട് എന്റെ കുഞ്ഞിനെ ആത്മാവില് ആരുമില്ല അപ്പാ, അപ്പനില്ല കൂടെ ഇരിക്കാൻ, അമ്മയില്ല കൂടെ ഇരിക്കാൻ, ഭർത്താവിന്റെ കൂടെ ഇരിക്കാൻ, വിളിക്കാൻ മൊബൈലുമില്ല. അപ്പന്റെ മുഖത്തേക്ക് നോക്കി അപ്പൻ അവിടെ ഇറങ്ങി വന്നു. കുഞ്ഞേ, നിന്നെ ചിലപ്പോൾ നിനക്ക് വിളിക്കാൻ ആരുമില്ല, നിന്റെ വേദന ഉള്ള അളവിൽ മനസ്സിലാക്കുവാൻ ആരുമില്ല. എന്നാൽ കുഞ്ഞെ, നിന്നെ സ്നേഹിക്കുന്ന ഒരു അപ്പനുണ്ട് സ്വർഗത്തില്. അതുണ്ടെങ്കിൽ അത് മതി പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഈ മറിയ ഉണ്ടല്ലോ, ഹല്ലേലൂയ, അവള് ഇങ്ങനെ കല്ലൊക്കെ അവൾക്ക് വേണ്ടി ദൈവവും അവൾക്ക് മാറ്റി. അത് കഴിഞ്ഞ് ഈ കല്ലറയ്ക്കൽ അവള് കരഞ്ഞ് ശിഷ്യന്മാരൊക്കെ മാറി. ഞാൻ ഈ മറിയെ ഇത്രയും സ്നേഹിക്കാൻ കാരണം ശിഷ്യന്മാരൊക്കെ വന്നു നോക്കിയിട്ട് അങ്ങ് പോയെന്നേ. എന്നാൽ ഈ മറിയെ കല്ലറയ്ക്ക് കരഞ്ഞോട്ട് നിൽക്കുക. ഹല്ലേലൂയ. അവളുടെ അപ്പനോടുള്ള സ്നേഹം യേശുവപ്പായ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു പകൽക്കാലമായി തീരട്ടെ. മോളെ, കവലയിലൊക്കെ നിന്ന് കർത്താവിന് വേണ്ടി പാടുന്നത് കർത്താവ് അറിയുന്നുണ്ട് കേട്ടോ. ഹല്ലേലൂയ. എന്റെ കർത്താവിന് വേണ്ടി ഒത്തിരി പാടാൻ ദൈവം സഹായിക്കട്ടെ. അപ്പായെ ഒത്തിരി സ്നേഹിക്കുമ്പോൾ ഇങ്ങനെ കവലയിലൊക്കെ നിന്ന് പാടാൻ തോന്നുന്നത്. ഹല്ലേലൂയ. കുഞ്ഞെ, നീ കർത്താവിനെ സ്നേഹിക്കുമ്പോഴുണ്ടല്ലോ, അത് ദൈവം അറിയുക. ഹല്ലേലൂയ. ഈ മറിയ കല്ലറയ്ക്കൽ കരഞ്ഞോണ്ട് നിൽക്കുക. അത്യാവശ്യമില്ലാത്തൊക്കെ പോയി ഒരു പാട്ടുണ്ടല്ലോ, മറിയം മതിരാവിലേശുവേ കാണാഞ്ഞിട്ടുള്ളം തകർന്നു, കരയുന്നതെന്താ തുല്യ സ്നേഹം മനമേ നിനക്കതുണ്ടോ, കരയുന്നതെന്താ തുല്യ സ്നേഹം മനമേ നിനക്കതുണ്ടോ. ഹല്ലേലൂയ. യേശുപ്പച്ചന്റെ സാന്നിധ്യം പറ്റിയില്ലെങ്കിൽ ഒരു വേദന. ഐ ലവ് യു ജീസസ് എന്ന് പറഞ്ഞ് അപ്പായെ ഒത്തിരി സ്നേഹിക്കണം പ്രിയമുള്ളവരെ. നമുക്ക് ഈ ഒരു കോവിഡ് വന്നാലുണ്ടല്ലോ, പിന്നെ നമ്മൾ മാസ്കും വെച്ച ആൾക്കാർ നിൽക്കത്തുള്ളൂ. എന്നാൽ കോവിഡ് വന്നാലും നിന്റെ കൂടെ നിൽക്കുന്ന ആ മൃത്യുവിന്റെ താഴ്വരയിൽ നിന്റെ കൂടെ നിൽക്കുന്ന ഒരു അപ്പനുണ്ടെങ്കിൽ എല്ലാവരും നിന്നെ മാറ്റി നിർത്തുമ്പോൾ, കുഞ്ഞെ നിന്നെ മാറ്റി നിർത്തുമ്പോൾ, മരണത്തിന്റെ താഴ്വരയിൽ നിന്റെ കൂടെ നിൽക്കുന്ന ഒരു അപ്പനെ ഞാൻ പ്രസംഗിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഈ മറിയ തോട്ടക്കാരനാണെന്ന് ചിന്തിച്ചിട്ട് അവള് പറഞ്ഞുവാ,
ഒന്ന് മങ്ങിപ്പോകുമ്പോൾ പ്രിയമുള്ളവരെ കരയുന്ന കുഞ്ഞെ, നീ കരയുന്നത് കർത്താവ് കാണുന്നുണ്ട്. നമ്മുടെ തലേന്ന് എത്രാമത്തെ മുടിയാ താഴെ പോയെന്ന് നമുക്കറിയാവോ? അറിയത്തില്ല കുഞ്ഞെ. നമ്മൾ വരുമ്പോഴാ ഹല്ലേലൂയ ഇത്രയും താഴെ പോയല്ലോ എന്ന് പറയുന്നത്. ചിലര് തൂത്ത് വാങ്ങി അമ്മ ഇന്നാളെ പറയുന്നത് കേട്ടോ, അയ്യോ തലയിലെ കാട്ടി മുടി തറയിലുണ്ടല്ലോ. നമ്മൾ തൂത്ത് വാരുമ്പോൾ അറിയുന്നേ എത്ര മുടി താഴെ പോയെന്ന്, അല്ലേ പ്രിയമുള്ളവരെ? എന്നാലേ സ്റ്റോപ്പൻ അറിയാന്ന്, എന്റെ ഗ്ലോറി മോഡ്, എന്റെ ബീന മോഡ് ഇത്രാമത്തെ മുടിയാ, എന്റെ ജെസി മോഡ് ഇത്രാമത്തെ മുടിയാ താഴെ പോയെന്ന് എന്റെ അപ്പനെ എണ്ണിയെന്ന്. കുഞ്ഞു സ്വർഗത്തിൽ ഇരുന്ന് നിന്നെ മാത്രം നോക്കുന്ന ഒരപ്പനുണ്ടെന്ന്. ഹല്ലേലൂയ. കർത്താവിലുള്ള വിശ്വാസം ഒന്ന് വർദ്ധിക്കട്ടെ. കുഞ്ഞു നിന്റെ ഓരോ ചലനങ്ങളും നോക്കുന്ന ഒരപ്പനുണ്ടെന്ന്. ഹല്ലേലൂയ. എനിക്കൊരു കൊച്ചുമോളുണ്ട് കേട്ടോ. അപ്പൊ മോൾ എന്നോട് പറയാ, മമ്മി ഞാൻ അവളെ ബേബി സിറ്റിംഗ് കൊടുത്താലും ഞാനൊരു ക്യാമറ വെക്കും, കാരണം ബേബി സിറ്റർ വഴക്കുണ്ടാക്കുന്നോന്ന് അറിയാൻ വേണ്ടി. കുഞ്ഞേ, സ്വർഗത്തിലെ ക്യാമറയെ വെച്ച് നിന്നെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പായ. നീ ചിന്തിക്കുന്ന, നീ വേദന അനുഭവിക്കുന്ന, നീ കരയുന്ന ആരും അപ്പ കാണുന്നുണ്ട് കുഞ്ഞെ. അപ്പ കാണുന്നുണ്ട് നീ എത്ര വട്ടം നെഞ്ചു തിരുമിയെന്ന്, നിന്റെ കണ്ണീന്ന് എത്ര തുള്ളി കണ്ണുനീര് വീണെന്ന് നിനക്ക് അറിയത്തില്ല. പക്ഷെ യേശോപ്പായ്ക്ക് കറക്റ്റായിട്ട് അറിയാം നിന്റെ കണ്ണീന്ന് എത്ര തുള്ളി കണ്ണുനീര് വീണെന്ന്. ഹല്ലേലൂയ. ദർശനം മങ്ങിയപ്പോ അവള് യേശു നിൽക്കുന്ന കണ്ടപ്പോ മനസ്സിലായില്ല പ്രിയമുള്ളവരെ. ഇന്നാളെ ഒരു ആന്റി പറയുക, ഒരു ടെൻഷൻ വന്നപ്പോ എന്റെ ഗ്ലോറി സിസ്റ്ററെ ഉഴുന്നുവടയും തീപ്പെട്ടിക്കൊള്ളിയും പിടിച്ചോണ്ടിരിക്കുക. ഞാന് തീപ്പെട്ടിക്കൊള്ളി എടുത്ത് വായിലോട്ട് വെച്ചിട്ട് ഉഴുന്നുവട എടുത്ത് അടുപ്പിലോട്ടിട്ടു. അത്രയ്ക്ക് ആദ്യ എല്ലാം മറന്നു പോവുക സിസ്റ്റർ, എല്ലാം മറന്നു പോവുക. ബസ് റോഡ് ക്രോസ് ചെയ്യുമ്പോ റോഡിന്റെ നടുക്ക് പോയി നിൽക്കുക. ഡോക്ടറെ കയറി അച്ചാന്ന് വിളിക്കുക. മൊത്തം തെറ്റിപ്പോവുക പ്രിയമുള്ളവരെ. ഷുഗറിന്റെ കാരണം ഈ ആദ്യം എല്ലാം കൂടെ കയറിയിട്ട് ഒരു വല്ലാത്ത മാനസികാവസ്ഥയാണ്. സഹോദരിമാരെ, അങ്ങനെ കടന്നു പോയിട്ടുള്ളവർക്ക് അറിയാമേ, അങ്ങനെ കടന്നു പോയിട്ടുള്ള ജീവിതങ്ങൾക്ക് അറിയാം. ഒത്തിരി ആദി വരുമ്പോ അവർക്ക് പലതും അറിയത്തില്ല. ഈ മറിയയ്ക്ക് യേശുവിനെ തിരിച്ചറിയാൻ പറ്റില്ല. അവള് തോട്ടക്കാരനാന്ന് ചിന്തിച്ചിട്ട് പറയുക പ്രിയമുള്ളവരെ, യജമാനെ ഹല്ലേലൂയ, ഞാൻ യേശു എവിടെ വെച്ചിട്ടുണ്ട്, ഞാൻ എടുത്തോണ്ട് പൊക്കോളാന്ന്. നീ ചുമക്കുന്ന യേശുവിനല്ല ഞാൻ പ്രസംഗിക്കുന്നേ, നിന്നെ കരളിൽ ചുമക്കുന്ന അപ്പായെയാ ഞാൻ പ്രസംഗിക്കുന്നേ. ഹല്ലേലൂയ. നീ കരയുമ്പോൾ യേശു അപ്പായ നീ തോളെ വെക്കണ്ട കേട്ടോ. അപ്പായുണ്ടല്ലോ ഒരു കൊച്ചു കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിക്കുന്നത് പോലെ കുഞ്ഞെ പല പ്രതിസന്ധിയിലും നിന്റെ കൂടെ നടക്കുകയല്ലായിരുന്നു, നിന്നെ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് സഹോദരി, നീ ഇന്നൊരു ഭ്രാന്തിയായി പോകാതെ സംയമനത്തോടെ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പന്റെ നീ എരിയുന്ന തീച്ചൂളയിൽ കൂടെ പോയപ്പോൾ കർത്താവേ ഞാൻ ഇതിനെ എങ്ങനെ തരണം ചെയ്യും, അപ്പ ഞാൻ എന്ത് ചെയ്യും അപ്പാന്ന് ചോദിച്ചപ്പോൾ നീ അറിയാതെ നിന്റെ കൂടെ നടന്ന ഒരു അപ്പനുണ്ടായിരുന്നു. ആ അപ്പ നിന്നെ താങ്ങിക്കൊള്ളും, നിന്നെ താങ്ങിക്കൊള്ളും. കുഞ്ഞെ ആരും നിന്നെ താങ്ങിയില്ലേലും അപ്പ താങ്ങിക്കൊള്ളും. കഴിഞ്ഞ ദിവസം സിസ്റ്റർ കോയമ്പത്തൂര് സിസ്റ്റർ 3 ദിവസം അന്നേരം അത് കഴിഞ്ഞ് 3 ദിവസം ഞാൻ ആ സിസ്റ്ററോട് ചോദിച്ചു, എന്താ ദൂരം പാലക്കാട് പോവാ, എങ്ങോട്ട് എങ്ങനെ ആരെ കൂടെ ഉള്ളേ? ഞാനും എന്റെ പപ്പാജിയും കൂടെ. ആ ഒരു പപ്പാജിയോ? എന്റെ യേശുവപ്പേ, അല്ലാതെ ആരോ ഗ്ലോറി സിസ്റ്റർ എനിക്കുള്ളത്. സുശേഷ വിരോധികള് തന്റെ ഹസ്ബൻഡിനെ കൊന്നുകളഞ്ഞു. 2 പെൺകുഞ്ഞുങ്ങളെയും കൊണ്ട് ആ മകൾ അനുഭവിച്ച യാതൊരു സ്വന്തം ഭവനത്തിൽ നിന്ന് പോലും ഹസ്ബൻഡിന്റെ ഭവനം ആരും താങ്ങായിട്ടുണ്ടായിരുന്നു. വാടക വീടുകളിൽ താമസിച്ച് ഇന്ന് കർത്താവിന്റെ വേലയ്ക്കായിട്ട് മകള് കടന്നു പോകുക. പ്രിയമുള്ളവർ, ഞാൻ പറയുവാൻ കാരണം കുഞ്ഞെ, നിന്നെ ശക്തീകരിക്കുന്ന ദൈവമുണ്ട്. അന്നമ്മ എന്ന് പറയുന്ന കർത്താവിന്റെ ദാസി കർത്താവിന് വേണ്ടി ഇറങ്ങിയപ്പോഴുണ്ടല്ലോ അപ്പൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അപ്പൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോ കപ്പക്കാലായി പോയി കിടക്കും. പ്രിയമുള്ളവരെ, ആ കപ്പക്കാലായി പോയി കിടക്കുമ്പോൾ അമ്മ ഉച്ചയ്ക്ക്, അമ്മയല്ലേ പെറ്റ അമ്മയല്ലേ, ആഹാരം കൊണ്ട് വരുമ്പോഴുണ്ടല്ലോ എവിടെ ഏത് കപ്പയുടെ ചുവട്ടില്ല അന്നമ്മ മാമൻ ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഈ സിസ്റ്റർ പാവം കപ്പയിട്ട് കുലുക്കും.
കപ്പയിട്ട് കുലുക്കുമ്പോഴുണ്ടല്ലോ, ആ കപ്പത്തണ്ട് കുലുങ്ങുന്നത് കണ്ടിട്ട് ആ മാതാവ് അവിടേക്ക് ആഹാരം കൊണ്ടുവരും. ആ മാതാവിനെ ഭവനത്തിൽ നിന്ന് ഇറക്കി വിട്ടു. പ്രിയമുള്ളവരെ, പുറം മുഴുവൻ അടിച്ചു. എന്നിട്ടും ആ മാതാവ് പാടി, ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നാലോ, കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചാലോ, ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നാലോ, കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചാലോ, ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലോ, എല്ലാം പ്രതികൂലമായെന്നാലോ, ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലോ, എല്ലാം പ്രതികൂലമായെന്നാലോ, യാത്ര ചെയ്യും. കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി. യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ, ജീവൻ വച്ചിടും രക്ഷകനാ, അന്ത്യശ്വാസം വരെയും ഹല്ലേലൂയ വച്ചിടും രക്ഷകനാ, അന്ത്യശ്വാസം വരെയും ഹല്ലേലൂയ. ആ മാതാവ് എഴുതിയ പാട്ടാ. ജീവൻ എന്നെ യേശുവിൽ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തുമ്പോൾ ശുദ്ധ പളുങ്കിൻ കടൽ തീരത്തിൽ എന്റെ യേശുവിന്റെ പൊന്മുഖം ഞാൻ മൂത്തും. ഹല്ലേലൂയ. ഇതിനപ്പുറത്തൊരു പ്രത്യാശ വേറെ എന്താ പ്രിയമുള്ളവരെ? ഹല്ലേലൂയ. ഈ മറിയയോട് കർത്താവ് ചോദിക്കുക, കരയുന്ന മറിയ, ചോദ്യത്തിന് മുന്നിൽ നിൽക്കുന്ന മറിയ, ദർശനം മങ്ങിയ മറിയ, കരയുന്ന മറിയ. മറിയേ, നീ കരയുന്നത് എന്തിനാ? ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചോദിക്കുക, വീരമോളെ, ഹല്ലേലൂയ, നിങ്ങളുടെ ഓരോരുത്തരുടെയും പേര് വെച്ചിട്ട് പറ, ആ പേരങ്ങോട്ട് വിളിക്ക്. മോളെ, നീ കരയുന്നത് എന്തിനാ? ജെസ്സി മോളെ, ഗ്ലോറി മോളെ, നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് അപ്പ ചോദിക്കുക, കുഞ്ഞേ, നീ കരയുന്നത് എന്തിനാ? ഒരിക്കലും ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പോ എന്റെ വായിൽ ഒരു പേര് വന്നു കേട്ടോ, മോളെ, നീ കരയുന്നത് എന്തിനാ? അപ്പൊ ഈ കുഞ്ഞെന്നെ വിളിച്ചിട്ട് പറയാം, ഗ്ലോറി ആന്റി, ഞാൻ ഓർത്ത് എന്റെ ഞരമ്പ് കട്ട് ചെയ്ത് മരിച്ചേക്കാന്ന് ഓർക്കുമ്പോഴാ ഈ ആന്റിയുടെ പ്രസംഗം ഞാൻ ഇങ്ങനെ യൂട്യൂബിലൂടെ കേൾക്കുന്നേ. അതിനകത്ത് വിളിച്ച ആന്റി പറയുവാ, ഡെവിന മോളെ, നീ കരയുന്നത് എന്തിനാ? നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരപ്പായുണ്ടെന്ന്. കുഞ്ഞെ, നിന്നെ ഏത് വിഷയമാ നിന്നെ കരയിപ്പിക്കുന്നേ? എന്തോർത്താ നീ കുറച്ചു ദിവസമായിട്ട് നെഞ്ചും തൂത്ത് നടക്കുന്നത്? ഭക്ഷണം പോലും ശരിക്കും കഴിക്കാൻ പറ്റാതെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ആദ്യം ചോദിച്ചത്, സ്ത്രീയെ, നീ കരയുന്നത് എന്തിനാ? കുഞ്ഞേ, അങ്ങനെയാണെങ്കിൽ അപ്പ ചോദിക്കുക, മോളെ, നിന്നെ ഏത് വിഷയ കരയിപ്പിക്കുന്നേ? അപ്പനെ സ്നേഹിച്ചല്ലേ നീ ഇങ്ങോട്ട് വന്നേ? അപ്പനെ സ്നേഹിച്ചല്ലേ അവന് വേണ്ടി നീ ചുവടുകൾ വെക്കുന്നേ? കുഞ്ഞെ, ചങ്ക് പടയ്ക്കുമ്പോഴും കുഞ്ഞെ, നീ വിശ്വസിക്ക്, നീ വിശ്വസിക്ക്. നീ തകരല്ലേ, നീ തകർന്നു പോകല്ലേ, നീ തളർന്നു പോകല്ലേ, നീ തളർന്നു പോകല്ലേ, നീ കലങ്ങി പോകല്ലേ. കുഞ്ഞെ, കലങ്ങിയാൽ ശത്രു അതിന്മേൽ ജയമെടുത്ത് നീ ഒരു രോഗിയായിട്ട് മാറും. നിന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പേര് വിളിച്ചപ്പോ അവക്ക് മനസ്സിലായി, തോട്ടക്കാരനല്ല, തോട്ടക്കാരനല്ല. പേര് വിളിച്ചപ്പോ, എന്നെ പേര് വിളിച്ച് ആശ്വസിപ്പിക്കുന്ന ഒരപ്പ സ്വർഗത്തിൽ ജീവിക്കുന്നു. അവന്റെ ശബ്ദമാണ് നീ കേൾക്കുന്നേ. ഇത് ഒരു ഗ്ലോറി സിസ്റ്റർ. പ്രിയമുള്ളവരെ, എനിക്കൊന്നിനും കഴിവില്ല, എനിക്കൊന്നിനും ശക്തിയില്ല. പ്രിയമുള്ളവരെ, ഞാൻ എന്റെ യേശുപ്പായുടെ ഒരു മൈക്രോഫോണാ. എന്റെ അപ്പൻ പറയുന്ന അരുളപ്പാടുകളാ ഞാൻ വിളിച്ചു പറയുന്നേ. എന്റെ അപ്പൻ ചുമ്മാ ഒന്നും പറയത്തില്ല. പ്രിയമുള്ളവരെ, കളിവാക്ക് പറയുന്നവനല്ല എന്റെ യേശു. ഹല്ലേലൂയ. മറിയേ, നീ കരയുന്നത് എന്തിനാ? ഹല്ലേലൂയ. റബ്ബുനി, ഹല്ലേലൂയ, അവളോട് പറയുക, നീ പോയി ശിഷ്യന്മാരോട് പറയും.
ഉയർപ്പിന്റെ സന്ദേശവുമായി മടങ്ങുന്ന മറിയ. നമുക്ക് അതൊന്ന് ചിന്തിക്കാം പ്രിയമുള്ളവരെ. ഭൂതങ്ങളാൽ ബാധിക്കപ്പെട്ട മറിയ. 2, ഹല്ലേലൂയ, ക്രൂശിനരികെ നിൽക്കുന്ന മറിയ. ഇന്ന് എന്താ പ്രസംഗിച്ചെന്ന് ചോദിച്ചാ പറയണം കേട്ടോ. ഹല്ലേലൂയ. മറിയ ഒരു വിഷയമുണ്ടായിരുന്നു. ഞങ്ങളുടെ ബൈബിൾ കോളേജിൽ നിന്ന് 2 പിള്ളേര് കാനോച്ചന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി പോയി. എന്നാൽ ഞങ്ങളുടെ പ്രിൻസിപ്പാൾ സാറിന് മനസ്സിലായി ഇവർ കൺവെൻഷൻ സ്ഥലത്ത് സാറുണ്ടായിരുന്നു, ഇവരെ കണ്ടില്ല. പിറ്റേ ദിവസം ഇവരെ ഓഫീസിൽ വിളിച്ചിട്ട് ചോദിച്ചു, കാനോച്ചൻ ഏത് വിഷയമാണ് പ്രസംഗിച്ചേ? ഉടനെ ഈ പിള്ളേര് ബുദ്ധിയുള്ള പിള്ളേരാ. പുള്ളി പറയുമ്പോ, സാറേ കാനോച്ചൻ അങ്ങനെ പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നും ഇല്ലായിരുന്നു. പറയല്ലേ ഗ്ലോറി സിസ്റ്റർ, എന്ത് വിഷയ പ്രസംഗിച്ചെന്ന് ചോദിച്ചാ പറയണം. മറ്റുള്ള കാര്യത്തിൽ മറിയെ പറ്റിയാ പ്രസംഗിച്ച്. മറിയയുടെ ജീവിതത്തിന്റെ ചില ഘട്ടങ്ങളാ, 8 ഘട്ടങ്ങളാ പ്രിയമുള്ളവരെ. ഭൂതങ്ങളാൽ ബാധിക്കപ്പെട്ട മറിയ. ഹല്ലേലൂയ. ക്രൂശിനരികെ നിൽക്കുന്ന മറിയ. കല്ലറയ്ക്കലേക്ക് ഓടുന്ന മറിയ. വലിയൊരു ചോദ്യത്തിന് മുന്നിൽ നിൽക്കുന്ന മറിയ. കല്ലാര ഉരുട്ടി മാറ്റുന്നേ കരയുന്ന മറിയ. ഹല്ലേലൂയ. ദർശനം മങ്ങിയ മറിയ. ആത്മനാഥനെ തിരിച്ചറിഞ്ഞ മറിയ. ജീവൻ സന്ദേശവുമായി മടങ്ങുന്ന മറിയ. ഹല്ലേലൂയ. ഞാൻ ഓർക്കും, ഈ ശിഷ്യന്മാരൊക്കെ 12 പേരെ തെരഞ്ഞെടുത്തപ്പോ മറിയെ തെരഞ്ഞെടുത്തില്ല പ്രിയമുള്ളവരെ. എന്നാൽ എന്റെ അപ്പ ഉയർത്തെഴുന്നേറ്റ് ആദ്യം പോയി ശിഷ്യന്മാരോട് പറഞ്ഞത് ഒരു മറിയാണെങ്കിൽ, ഹല്ലേലൂയ, സഹോദരിമാര് മിണ്ടരുത്, സഹോദരിമാർ അനങ്ങരുത് എന്നൊക്കെ പറയുന്നവരോട് പറ, ആത്മനിറവിൽ ഒരു സഹോദരി നിന്നാൽ അതിനെ തടയാൻ ആർക്കും പറ്റത്തില്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഞാൻ പറയുന്ന ഈ ദൈവവചനം കിട്ടുവാൻ നമുക്കൊരവസരം, അതിനെ വെറും ഒരു വേദിയാക്കി, ഒരു തമാശ പറഞ്ഞ ഒരു വേദിയാക്കി, ഒരു കോമഡി ഷോ ആക്കി മാറ്റാനല്ല. വില കൊടുത്ത് ദൈവമക്കൾ ഇവിടെ വന്നതാണ്. വില കൊടുത്ത ഇവിടെ വന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിച്ച് ഇവിടെ എഴുന്നേക്കണമെന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമാണ് പ്രിയമുള്ളവരെ. നിങ്ങളുടെ വിഷയത്തിൽ വിടുതൽ തരണമെന്നുള്ളത് എന്റെ ആഗ്രഹമാണ്. ദൈവത്തിന്റെ പടയാളികളാ. ജീവൻ സന്ദേശവുമായിട്ട് ഈ മറിയ മടങ്ങുക. ഇനി സുവിശേഷ വേലയ്ക്കുള്ള ഒരു ആഹ്വാനത്തിലേക്ക് ഞാൻ പോകുക. സുവിശേഷ വേലയ്ക്കായി നിന്നെ വിളിച്ചിരിക്കുക സഹോദരിമാരെ. നിങ്ങളെല്ലാം പ്രിയജസിയാക്കിയുള്ളപ്പോ നമ്മളെല്ലാം കൊണ്ടുപോകുമായിരുന്നു അല്ലെ. നമ്മളെല്ലാം വിളിച്ചു കൂട്ടി നമ്മൾ അനേക കവലകളിലൊക്കെ പോയി സാക്ഷിയാകുവാൻ. ഇതിനോളം ഭാഗ്യം വേറെ ഒന്നുമില്ല പ്രിയമുള്ളവരെ. നമ്മൾ പലപ്പോഴും കർത്താവിനോട് പറയും, കർത്താവേ എനിക്ക് നടുവേദനയാ, നെഞ്ചുവേദനയാ. എന്റെ കർത്താവിന്റെ വേദന എന്താണെന്നറിയാവോ? ഈ സുവിശേഷം നമ്മൾ ആരോടും പറയാത്തതാ പ്രിയമുള്ളവരെ. നമ്മൾ കവലയിലൊക്കെ നിന്ന്, ഹല്ലേലൂയ സിസ്റ്ററെ ഇന്ന് നീ ഒരിക്കൽ കൂടി ദൈവവിളി കേട്ടല്ലോ എന്നൊക്കെ പാടത്തില്ലേ? അത് കാണുമ്പോ ഒരു സന്തോഷിക്കുന്ന ഒരു അപ്പനുണ്ടെന്ന്. നമ്മൾ കവലയിൽ നിൽക്കുമ്പോ അവിടെ ഒത്തിരി പേര് കാണത്തില്ല കുഞ്ഞെ, പക്ഷെ നിന്നെ നോക്കി പുഞ്ചിരിക്കുന്ന സ്വർഗത്തിലെ ഒരു അപ്പയുണ്ട് കേട്ടോ. ഒന്നൊരു പടയാളി ഏകാഗ്രതയോടെ യുദ്ധസേവ ചെയ്യണം. ഹല്ലേലൂയ. കുഞ്ഞെ, നീ കർത്താവിന്റെ വേലയിൽ നിന്നാലുണ്ടല്ലോ, കർത്താവ് നിന്റെ കാര്യം നോക്കുമെന്നാ പറഞ്ഞേ. എന്റെ പിതാവ് ലോകപ്രകാരം ഒരു ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ട്, റെയിൽവേയിലെ ജോലിയാ പ്രിയമുള്ളവരെ. അന്ന് വർഷങ്ങൾക്ക് പുറകിലുള്ള റെയിൽവേയിലെ ജോലി TTR ഒക്കെ ആയിട്ട് വരുന്നത് പോലെ റെയിൽവേയിലെ ജോലി റിസൈൻ ചെയ്തിട്ട് എന്റെ മാതാവ് മൂത്ത സഹോദരിയെ, എന്റെ പിതാവ് ഒരു തകരപ്പെട്ടിയും എടുത്തുകൊണ്ട് ഭവനത്തിൽ നിറങ്ങുമ്പോൾ എല്ലാവരും പറഞ്ഞു, നിങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചു പോകും. ഹല്ലേലൂയ. എന്റെ മാതാവിന്റെ ഭവനത്തിൽ അറ നിറച്ച് നെല്ലിരിക്കുമ്പോൾ എന്റെ മാതാവ് സുവിശേഷ നിമിത്തം പട്ടിണി കിടന്നു. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ എന്ത് ചെയ്യും? ആനി, സാം, മേഴ്സി, ഗ്രേസി, ഫിഗ്നി, ഗ്ലോറി, ഈ പെമ്മക്കളുടെ കാര്യമൊക്കെ എങ്ങനെയാകും? 100 ചോദ്യങ്ങൾ വന്നു പ്രിയമുള്ളവരെ. എന്റെ പിതാവ് ചങ്ക് പിടയ്ക്കുമ്പോഴും പറഞ്ഞു, എന്റെ ദൈവം കരുതിക്കൊള്ളും, എന്റെ ദൈവം കരുതിക്കൊള്ളും. കുഞ്ഞെ ചങ്ക് പിടയ്ക്കുമ്പോഴും പറ, എന്റെ ദൈവം കരുതിക്കൊള്ളും. കഴിഞ്ഞ ദിവസം 33 വയസ്സായ ഒരു മോള് പറയുക, ഗ്ലോറി ആന്റി എല്ലാരും ചോദിക്കും നിന്റെ കല്യാണം ഒന്നും ആയില്ലേ? പറ മോളെ, എന്റെ ദൈവം എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. കുഞ്ഞെന്റെ ദൈവം അബ്രഹാം മോനുമായിട്ട് മല കയറുക. ആ മല അടുത്ത നിമിഷം മോൻ ഒരു ചാരക്കൂമ്പാരമായിട്ട് മാറും, അത് ഉറപ്പാ അല്ലേ? പക്ഷെ പറയുക, യഹോവയിരേ,
ദൈവം കരുതിക്കൊള്ളും. ചങ്ക് പിടയ്ക്കുന്ന വിഷയത്തെ നോക്കി പറഞ്ഞ് അതിനെ നീ കിച്ചടി ഇരിക്കുമ്പോഴൊക്കെ അങ്ങ് പറയാനേ, സാമ്പാർ ഉണ്ടാക്കുമ്പോൾ, ചോറ് വെക്കുമ്പോൾ, കറി കരിയുമ്പോഴും ഒക്കെ അങ്ങ് പറ, എന്റെ ദൈവം എനിക്ക് വേണ്ടി കരുതിക്കൊള്ളും. എന്റെ ദൈവം കുഞ്ഞു നീ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് വിട്ടില്ലെങ്കിൽ. ഇനി ഞാൻ എന്റെ ഒരു അനുഭവം പറയട്ടെ. എന്റെ മൂത്ത മോടെ വിവാഹം നിങ്ങളോർക്ക് വിദേശത്തൊക്കെ ആയിരുന്നു. പക്ഷെ എന്റെ കയ്യില് പൈസ നിൽക്കത്തില്ല. എനിക്ക് ആരെയും സങ്കടം പറയാനൊക്കെ എടുത്തു കൊടുക്കും. പ്രിയമുള്ളവരെ, ചിലപ്പോ എന്റെ കുഞ്ഞുങ്ങൾ പറയും, മമ്മിയുടെ കാര്യം നോക്കിയിട്ട് വേണം വേറൊരാളുടെ കാര്യം ചിന്തി. എന്നെ പലപ്പോഴും വഴക്ക് പറയും, നിന്റെ കാര്യം എങ്ങനെ. ഒരു ദിവസം മോന് ചോദിച്ചു ഒരു ഷൂ മേടിച്ചു തരാം. ഞാൻ പറഞ്ഞു, മോനെ അമ്മയുടെ കയ്യിൽ ഇന്നില്ല, അത് ആർക്കാണ്ടി ഞാനും കൊടുത്തു. പ്രിയമുള്ളവരെ, അന്നേരം കുഞ്ഞ് എന്നോട് എടുത്ത വായിക്ക് പറയാം, മമ്മിയുടെ കാര്യം നോക്കിയിട്ട് വേണം മമ്മി മറ്റുള്ളവർക്ക് നോക്കി. എന്നാല് അന്ന് വൈകുന്നേരം ഒരു ഷൂ മേടിക്കാനുള്ള പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നു. ഞാനന്നേരം കർത്താവേ ഞാനത് കൊടുത്തുപോയി. ചോദിക്കുമ്പോ എനിക്ക് പറയാം, സൂക്ഷിച്ചിങ്ങനെ വെക്കുന്നവർക്കല്ലേ മക്കളെ അതൊക്കെ കാണത്തുള്ളൂ. ആരെങ്കിലും സാധുക്കളെയൊക്കെ കാണുമ്പോൾ കൊടുത്താൽ നമുക്കില്ലല്ലോ. ഹല്ലേലൂയ. എന്നാൽ ദൈവം ഒന്നിനും പൊട്ടിക്കത്തില്ല. ഹല്ലേലൂയ. കുഞ്ഞങ്ങനെ വന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വിഷമം തോന്നി. വേറെ ആരുമല്ല, പ്രിയ ആന്റി ആയിരുന്നു അത് ചെയ്തത്. മക്കളെ, ഞങ്ങളൊരു ഭവനം പണിത് കഴിഞ്ഞ ഉടനെ എന്റെ കുഞ്ഞിനൊരു വിവാഹാലോചന വന്നു. നല്ലൊരു ഭവനമാണ്. എന്റെ വീട്ടിലാണെങ്കിൽ എല്ലാ സഹോദരങ്ങളെല്ലാം അമേരിക്കയിലാണ്. നമുക്കങ്ങനെ വേണേ പറയാമേ, നമുക്കല്ലേ അറിയാവുള്ളൂ അവർ അമേരിക്കയിലങ്ങനെ ജീവിക്കുന്നത്. ഒരു ആന്റി പറയാം, സൗദിയിൽ നിന്നാളെ അമേരിക്കയിൽ പോയി. സൗദി ചെന്നപ്പോ കപ്സയിലും അടിക്കായിരുന്നു. അവിടെ ഒരാഴ്ച ഒരു ബണ്ടും കഴിച്ച് അവിടെ ജീവിച്ചായിരുന്നു. അത്ര കഷ്ടപ്പെട്ടെന്ന് പ്രിയമുള്ളവരെ. UK പറയാം, ന്യൂസിലൻഡിലാന്ന് പറയാമേ. ഒരു കൊച്ചു പറയാം, എന്റെ ദൈവമേ സൗദിയിൽ നിന്ന് UK പോകണ്ടായിരുന്നു. ഇക്കരെ നിൽക്കുമ്പോ അക്കരെ പച്ച, അവിടെ ചെല്ലുമ്പോൾ അവിടെ എന്താ ബുദ്ധിമുട്ടെന്ന്. പ്രിയമുള്ളവരെ, ഓരോരുത്തരുടെ ബുദ്ധിമുട്ടുകളാണ്. പക്ഷെ നമുക്ക് വേണ്ടി തക്ക സമയത്ത് കരുതുന്ന ഒരു ദൈവമുണ്ട്. അന്ന് ഞങ്ങളുടെ ഭവനത്തിൽ ഇങ്ങനെ പ്രാർത്ഥനയിലിരിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കാൻ പറയുക. പ്രിയ പിതാവ് വെളിപ്പാട് കാണുന്നത് എന്നോട് പറഞ്ഞു, മോളെ ദൈവം ഒരു കാഴ്ച കാണിക്കുക, കുഞ്ഞിനൊരു വിവാഹാലോചന വരുക. ഞാൻ പറഞ്ഞു, ഭവനത്തിന്റെ പണി അങ്ങോട്ട് കഴിഞ്ഞേ ഉള്ളൂ. സാധാരണ നമ്മുടെ കൈ കാലിയായിട്ടിരിക്കുമ്പോ കല്യാണാലോചന പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും പ്രിയമുള്ളവരെ? നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊന്നും സമ്പാദിച്ചിട്ടില്ല, ഒന്നും സേവ് ചെയ്തിട്ടില്ല. ഞാനാണെങ്കിൽ സൗദി അറേബ്യയിലായിരിക്കുമ്പോൾ ഏതെങ്കിലും പിള്ളേര് മാനസിക രോഗിയായിട്ട് അവിടെ ഇരിക്കുക, അതിലെ ഓടി നടക്കുമെന്ന് പറഞ്ഞാൽ അവരെ ചെന്ന് വിളിച്ചോണ്ട് വരും. അവരുടെ പുറകെ നടക്കും. അതിന്റെ കാര്യങ്ങളെല്ലാം ക്രമീകരണമെല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ട് നടക്കും. അതിന്റെ ഓരോരുത്തരുടെ പുറകെ ഇങ്ങനെ നടക്കും. പ്രിയമുള്ളവരെ, പ്രസവം കഴിഞ്ഞ് ആരെയും നോക്കാൻ നിവൃത്തിയില്ലെന്ന് പറഞ്ഞാൽ അതിനെ വീട്ടിൽ കൊണ്ടുവന്ന് നോക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ അങ്ങ് പോവുക. പക്ഷെ നമ്മൾ ചെയ്യുന്നത് മനുഷ്യർക്കല്ല പ്രിയമുള്ളവരെ, കർത്താവിനാണ്. നമ്മൾ ചെയ്യുന്നത് മനുഷ്യർക്കല്ല, കർത്താവിനാണ്. മനുഷ്യർക്കാണെന്ന് ചിന്തിച്ചാൽ നമുക്ക് നിരാശ തോന്നും. ദൈവത്തിനാണ്. ഞാൻ അനുഭവത്തിൽ നിന്ന് പറയുക. പ്രിയ പിതാവ് ഇങ്ങനെ കരഞ്ഞിട്ട് പറയാ, കരങ്ങള് ശൂന്യമാണ്, കരങ്ങള് ശൂന്യമാണ്. പക്ഷെ ദൈവം ചില അത്ഭുതത്തിന്റെ വഴികൾ തുറക്കാൻ പോവാ. പിതാവ് ദർശനം കണ്ടതിന്റെ 4-ാം ദിവസം ബാംഗ്ലൂരു ഞാൻ ആ സമയം പോയി ശുശ്രൂഷിച്ചിട്ടുണ്ട്. എന്റെ കുഞ്ഞിനെ കണ്ട് ഇഷ്ടപ്പെട്ട് ആ പയ്യന്റെ പെങ്ങളും പെങ്ങളും അമ്മ 3 ദിവസം ഫാസ്റ്റിങ്ങിൽ ഇരുന്നിട്ട് എന്നോട് ചോദിക്കുക, ഫ്ലോർ സിസ്റ്ററെ മോളെ ഇങ്ങ് തന്നേക്കാവോ? കുഞ്ഞിന് 21 വയസ്സ് കഴിഞ്ഞേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ഞാൻ അന്നേരം പിതാവിനോട് പറഞ്ഞു, അച്ഛാ ഇതാണോ ഇന്നലേക്ക് പറഞ്ഞ കുഞ്ഞിനൊരു അത് തന്നെ. ഞാൻ പെട്ടെന്ന് പിതാവിന്റെ കയ്യിലോട്ട് ഉറപ്പിച്ചോളാൻ പറഞ്ഞു. പിതാവിനോട് ദൈവം സംസാരിച്ചു. പ്രിയമുള്ളവരെ, പിതാവ് പറഞ്ഞു ഉറപ്പിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ എന്റെ വലിയ പിതാവ് സഹിച്ച എന്റെ പിതാവ് എന്റെ കുഞ്ഞിന്റെ വിവാഹത്തിന് വാക്ക് കൊടുക്കുവാൻ ഇടയായി തീർന്നത്. ദൈവമക്കളെ, കരങ്ങളിൽ ഒന്നുമില്ല പ്രിയമുള്ളവരെ. എന്നാൽ സ്വപ്നത്തിന് ഒരു ദൈവദാസനോട് കർത്താവ് സംസാരിക്കുക, ഗ്ലോറി സിസ്റ്ററുടെ മോടെ വെഡിങ്ങിന്റെ ഡ്രസ്സ് എടുത്ത് കൊടുക്കണം. പണ്ടത്തെ അനുഭവം അല്ലെന്നേ ഞാൻ പറയുന്നത്, ഞാൻ ഈ പ്രായത്തിൽ അനുഭവിച്ച അനുഭവം പറയുന്നത്. എല്ലാം കാണുമ്പോ എല്ലാ കാര്യങ്ങളും ഓക്കെയാ. പക്ഷെ ചില നേരത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ ദൈവാത്മാവ് എന്നോട് പറയുക, ഒരു പൈസയുള്ള ചിന്തിക്കുന്ന വ്യക്തിയുടെ അടുത്തോട്ട് ചെല്ലാന്, ഇത് കൊണ്ട് കൊടുക്ക്, നീ കൊണ്ട് കൊടുക്ക്. ഈ വ്യക്തി ഇത് മേടിച്ചിട്ട് കരഞ്ഞിട്ട് എന്നോട് പറയുക, ഷുഗറിനുള്ള പൈസ മേടിക്കാനത് ഞാൻ കിടന്ന് വിഷമിക്കുക. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല പ്രിയമുള്ളവരെ. ഞാൻ ഓർത്ത് അവരുടെയൊക്കെ ഇത് ദൈവം പറയാം, നീ അങ്ങോട്ട് കൊണ്ട് കൊടു.
ഒരു ദൈവദാസൻ ഒരിക്കൽ ഇരുന്ന് കരയുവന്നേ, ചോറൊന്നും ഇല്ലാഞ്ഞിട്ട് കൊച്ചിന് കഞ്ഞിവെള്ളം കോരി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മ പറയും, മോളെ അങ്ങോട്ട് ചെല്ലുമ്പോ അപ്പൊ ഇരുന്ന് കരയുവാ. 6 മാസമുള്ള കുഞ്ഞിന് അമ്മ കഴിച്ചാലല്ലേ കുഞ്ഞിന് പാല് കിട്ടത്തുള്ളൂ. കഞ്ഞിവെള്ളം കാലേ കൊടുത്തി. ഈ കാലത്ത് ഉണ്ടെന്നാ പ്രിയമുള്ളവരെ പറയുന്നേ. നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ല പ്രിയമുള്ളവരെ ഓരോരുത്തരുടെ ജീവിതം. വിശ്വാസത്താൽ, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെങ്കിൽ ബാങ്ക് ഡെപ്പോസിറ്റ് കൊണ്ടല്ല കുഞ്ഞെ നീ ജീവിക്കുന്നത്. ഫിക്സഡ് ഇട്ടിട്ടല്ല കുഞ്ഞെ നീ വിശ്വാസത്താൽ ജീവിക്കും, വിശ്വാസത്താൽ ജീവിക്കും, വിശ്വാസത്താൽ ജീവിക്കും. അനേക വ്യക്തികളോട് ആ ദൈവദാസൻ പറയാം, സ്വപ്നത്തിൽ ദൈവം എന്നോട് സംസാരിച്ചു. ദിസ് ഈസ് ഓൺലി ഫോർ ഷാരോൺ. ഗ്ലോറി സിസ്റ്റർ, പ്ലീസ് സെൻഡ് യുവർ അക്കൗണ്ട് നമ്പർ. ദൈവദൂതൻ എന്നോട് സംസാരിച്ചു. സ്വപ്നത്തിൽ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, എന്തൊക്കെയുണ്ട് ഗ്ലോറി സിസ്റ്ററെ വിശേഷം? ഞാൻ പറഞ്ഞു, സന്തോഷമായിരിക്കുന്നു. എന്നാൽ ദൈവാത്മാവ് എന്നോട് പറയുക, സിസ്റ്ററിന്റെ മോളുടെ മുന്നിൽ ഒരു ആവശ്യമുണ്ട്. എന്താ ആവശ്യം? ഞാൻ പറഞ്ഞു, എന്റെ കുഞ്ഞിന്റെ വിവാഹമാണ്. ദൈവമക്കളെ, അതിനകത്ത് എഴുതിയേക്കും. എന്റെ കുഞ്ഞ് ലിസ്റ്റ് എഴുതി പ്രാർത്ഥിച്ചു. യേശുപ്പച്ച, എനിക്ക് വെഡിങ്ങിന് ഡ്രസ്സ് വേണം, ബൈബിള് വേണം. അവള് ലിസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ബാങ്കില് ബാലൻസ് ഉണ്ടെങ്കിൽ നിനക്ക് ലിസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല പ്രിയമുള്ളവരെ. ബാങ്കില് ബാലൻസ് ഉണ്ടെങ്കിൽ പ്രാർത്ഥന കുറയുമെന്നേ. എന്നാൽ ചിലപ്പോൾ നിന്റെ കരങ്ങൾ ശൂന്യമാകുന്നത് എന്തിനാണെന്നറിയാവോ? നിന്റെ പ്രാർത്ഥന വർദ്ധിക്കാനാ. കുഞ്ഞെന്തൊക്കെ ലിസ്റ്റിലിട്ടോ എന്ന് ഞാൻ പറഞ്ഞു, മോനെ നിന്റെ ആവശ്യങ്ങളെല്ലാം ഒരു ലിസ്റ്റിലിടും. ആ ലിസ്റ്റ് അവിടുന്ന് തിരിച്ചയച്ചിട്ട് പറയാ, ഇത് നിങ്ങൾക്കുള്ളതാ. ദൈവമക്കളെ, എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി എത്ര വലിയതാ പ്രിയമുള്ളവരെ. സ്വപ്നത്തിൽ ഇടപെടാൻ കഴിവുള്ള ദൈവത്തെയാ ഞാൻ പ്രസംഗിക്കുന്നത്. ആ പീലാത്തോസിന്റെ ഭാര്യയോട് സ്വപ്നത്തിലായി ഇടപെട്ട ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന്. കുഞ്ഞെ, നിന്നെ ആരെങ്കിലും വേദനിപ്പിച്ചാലുണ്ടല്ലോ, നിന്നെ വേദനിപ്പിക്കുന്ന വ്യക്തിയോട് സ്വപ്നത്തിൽ പോയി പറയുമെന്ന്. ഇനി എന്റെ കൊച്ചിനെ വഴക്കുണ്ടാക്കരുതെന്ന്. ആ ദൈവത്തെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. സ്വപ്നത്തിൽ ഇടപെടുന്ന ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു എസ്തേറും മോർദെഖായി പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ രാജാവിന്റെ ഉറക്കത്തെ ദൈവം കെടുത്തിയെങ്കിലും കുഞ്ഞ്, ചില മാനസിക വേദനയിൽ നീ നെഞ്ചു തൂത്ത്, കർത്താവേ എനിക്കിത് സഹിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നീ നെഞ്ച് തിരുമുമ്പോൾ ചിലരുടെ ഉറക്കത്തെ കെടുത്തുവാൻ എന്റെ ദൈവം മതിയായവനാ. ഒന്ന് ഉപവസിക്കാൻ തയ്യാറാകുമോ? പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമോ? എല്ലാവരും ഒന്ന് ഒതുക്കിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ കുഞ്ഞെ, നിനക്ക് വേണ്ടി അത്ഭുതം സ്വർഗത്തിൽ ജീവിക്കുന്നു. അത്ഭുതം ചെയ്യുന്ന ദൈവം സ്വർഗത്തിൽ ജീവിക്കും. പ്രിയമുള്ളവർ, ഞാൻ എന്റെ യോഗമോന്റെ അനുഭവം, ഞാൻ ഈ അനുഭവം എന്തിനാണെന്നറിയാവോ? കഴിഞ്ഞ ദിവസം ഒരു സിസ്റ്റർ എന്നോട് പറയാം, ഗ്ലോറി സിസ്റ്ററെ, ഞാൻ ഒരു മരുന്നിന്റെ കാര്യം പറയാം. അപ്പൊ ഗ്ലോറി സിസ്റ്റർക്ക് ഒരു വരുമാനവും ആകും. എന്തോ ഈ സിസ്റ്റർ പറഞ്ഞ എല്ലാരും വിശ്വസിക്കുകയും ചെയ്യും. ഈ പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് അവസാനം ഈ മരുന്ന് ഷുഗറിന് നല്ലതാ സിസ്റ്റർ, ഒരു ബോട്ടിൽ കഴിച്ചു എന്നൊക്കെ അങ്ങ് പറയണം. അപ്പൊ ഗ്ലോറി സിസ്റ്റർ സത്യമല്ലേ? അപ്പൊ എല്ലാവരും അത് മേടിക്കും. സിസ്റ്റർക്ക് ഒരു വരുമാനവും. ഞാൻ പറയാണോ? എന്റെ ദൈവമേ, ആ മരുന്നിന്റെ ഒരു സ്പൂൺ പോലും ഞാൻ കുടിച്ചിട്ടില്ല. ആ മരുന്ന് കുടിച്ചിട്ട് ആരുടെയും വയറിളകിയാലുണ്ടല്ലോ ഞാൻ ജയിലിൽ പോകും കുഞ്ഞെ. എന്നാൽ എനിക്ക് ഒരു കാര്യം പറയാം, എനിക്ക് ആ വരുമാനം വേണ്ട, പട്ടിണി കിടന്നാലും വേണ്ട, തുണ പറഞ്ഞിട്ടുള്ളത് വേണ്ട. ഹല്ലേലൂയ. എന്റെ കർത്താവിനോട് അടുത്തിരിക്കുന്നവരെ, കരയുന്നവരെ അവൻ കൈവിടത്തില്ല. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയീൻ. ഞാൻ കുടിക്കാത്ത മരുന്നിന്റെ പരസ്യം പറയാനല്ല, മരുന്ന് കച്ചവടം ചെയ്യാനല്ല എന്റെ ദൈവം എന്നെ വിളിച്ചത്. എന്റെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി പട്ടിണി കിടക്കേണ്ടി വന്നാലും ഹല്ലേലൂയ, അവസാന ശ്വാസം വരെ ഞാൻ പറയും, എന്റെ കർത്താവ് നിന്നെ തക്ക സമയത്ത് നടത്തും കുഞ്ഞെ. ഒരു ദിവസം മുന്നേ അല്ല, ഒരു ദിവസം പുറകിലല്ല, തക്ക സമയത്ത് ദൈവം നടത്തിയവരൊക്കെ ഒന്ന് കയ്യർത്തി സ്തുതിച്ചേ. ദൈവമക്കളെ, ഇനി ഞാൻ ഇങ്ങനെ ഒരു അനുഭവമൊക്കെ പറയുമ്പോ, സൗദി വെച്ചേ എനിക്ക് എന്റെ പ്രഗ്നൻസിയില് ഇഡലി സാമ്പാറും കഴിക്കാനൊരു കൊതി. ഫസ്റ്റ് ആയിരുന്നപ്പോ അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ആരോടും പറയാനില്ല പ്രിയമുള്ളവര്. ഞാൻ പറയുവാ, പ്രാർത്ഥിക്കാനിരുന്നിട്ട് ചിലപ്പോ നീ കരുണാസമ്പന്നനായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ ഇങ്ങനൊന്നും പറയണ്ട കുഞ്ഞെ. എടുത്തിട്ട് പറയുവാ, യേശോപ്പച്ച എനിക്ക് ഇഡലി സാമ്പാറും കഴിക്കാൻ തോന്നുന്നു. ഭയങ്കരമായിട്ട് ആഗ്രഹം വരുമോ? ഞാൻ പറയുവോ യേശോപ്പച്ച, കാരണം ആരും ഇല്ല പറഞ്ഞാ ഉണ്ടാക്കി തരാന്. കുറച്ച് കഴിഞ്ഞപ്പോഴേ
ഒരു ഡോറയിൽ ഒരു മുട്ട്. ഗ്ലോറി സിസ്റ്ററെ രാവിലെ ഇഡലി ഉണ്ടാക്കിയപ്പോ മുതൽ ഗ്ലോറി സിസ്റ്ററുടെ മുഖം മുന്നേ വരിക. അമ്പിളി എന്ന് പറയുന്ന ഒരു കുഞ്ഞ്, ഞാൻ ആഗ്രഹിച്ച ഇഡലി, ആഗ്രഹിച്ച സാമ്പാറും കൂടെ ഞാൻ അത് പിടിച്ചിട്ടല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ പറയും, എന്റെ ഗ്ലോറി സിസ്റ്ററെ ഇഡലി സാമ്പാറിന് വേണ്ടി ഇത്രയും സ്വാതന്ത്ര്യം. ചില സമയത്ത് നമ്മളത് ആഗ്രഹിക്കുന്ന സാധനം. എന്റെ ദൈവമേ, നമ്മുടെ ദൈവം ആരാ പ്രിയമുള്ളവരെ? ആരാ നമ്മുടെ ദൈവം? ആരാ നമ്മുടെ ദൈവം? ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞാവശ്യം പോലും ദൈവം അറിയുന്നുണ്ട്. ഒരിക്കലും ആന്റി പ്രാർത്ഥിക്കുക, യേശുപ്പച്ച എന്റെ അണ്ടർസ്കേർട്ട് കീറിപ്പോയി, കളിയാക്കി ചിരിച്ചു കൂടെ ഇരുന്നവര്. വൈകുന്നേരം ആയപ്പോഴേ 3 അണ്ടർസ്കേർട്ടും മേടിച്ചോണ്ട് ഒരാൾ അവരുടെ വീട്ടിൽ ചെന്നെന്ന്. അല്ലെങ്കിൽ ദൈവ സ്വസ്ഥത കൊടുക്കാത്ത ദൈവമാകുഞ്ഞേ, നീ ഒന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് എന്നെ IATM-ലോട്ട് പോയിട്ട് ഇങ്ങ് എടുത്താൽ മതി. എവിടെ വിശ്വാസം വരാനാ കുഞ്ഞേ? ഇങ്ങോട്ട് വലിച്ചു കുത്തി ഇങ്ങനെ അങ്ങ് എടുത്താൽ മതി. വിശ്വാസം വർദ്ധിക്കുവോ? വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ ചില സമയങ്ങളിൽ നിന്റെ കരങ്ങൾ ശൂന്യമാകണം കുഞ്ഞേ. ചില സമയങ്ങളിൽ നീ ഒന്നുമില്ലാത്തവളെ പോലെ ആയിത്തീരണം. എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവളെ പോലെ ആയിത്തീരുമ്പോഴല്ലോ നിന്റെ വിശ്വാസം വർദ്ധിക്കും കുഞ്ഞേ. നീ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു നിന്ന മാത്രമായി തീരുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ലെന്നേ. നീ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു പരിഹാസ വിഷയമായി തീരുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ദൈവമക്കളെ, എന്റെ പിതാവ് കർത്താവിന്റെ നാമനിമിത്തം ഒത്തിരി കഷ്ടം സഹിച്ചു, ഒത്തിരി പട്ടിണി സഹിച്ചു കേട്ടോ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ സ്കൂള് വിട്ട് വരുമ്പോ പ്രാർത്ഥിക്കും, കുഞ്ഞുങ്ങൾക്ക് വിശക്കല്ലേ. അന്നേരം അമ്മയുടെ ആൾക്കാരൊക്കെ ഇച്ചിരി പൈസയൊക്കെ ഉള്ളവരാ പ്രിയമുള്ളവരെ. അമ്മ പ്രാർത്ഥിക്കും, കർത്താവ് ഈ പിള്ളേരൊക്കെ ഇങ്ങനെ പിന്നെ ഉരുണ്ടാക്കി ചക്കക്കുരു പോലെ ഇരിക്കണേ, മറ്റുള്ളവർ പഴിക്കാതിരിക്കാൻ വേണ്ടി. അപ്പുറത്തെ വീട്ടിലെ ഇപ്പുറത്തെ വീട്ടിലെ കുഞ്ഞുങ്ങൾ പാലൊക്കെ കുടിക്കുമ്പോ ഇച്ചിരി വെള്ളം എടുത്തിട്ട്, കർത്താവെ ആ വൈറ്റമിനൊക്കെ കുഞ്ഞുങ്ങളുടെ ദേഹത്തോട്ടൊന്ന് കിട്ടണേ. ഹല്ലേലൂയ. ചിലർ ഈ കുരുവള പാസ്റ്റർ ഈ 6 കുഞ്ഞുങ്ങൾക്ക് അമേരിക്കന്ന് സായിപ്പന്മാര് വല്ല പൊടിയും കൊടുക്കുന്നുണ്ടായിരിക്കും. എല്ലാം ചക്കക്കുരു പോലെ ഉരുണ്ടിരിക്കുക. പാലിന്റെ മയമൊന്നും ചെന്നിട്ടില്ല പ്രിയമുള്ളവരെ. HB ഒക്കെ എന്നെ നോക്കുമ്പോ 7, 9 ഒക്കെ ആയിരുന്നു. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ മുന്നിൽ പഴിക്കാതിരിക്കാൻ വേണ്ടി വണ്ണം ചോദിച്ചു വാങ്ങിയത് എന്റെ അമ്മ. ഹല്ലേലൂയ. എന്റെ അമ്മയുടെ ഭവനത്തിൽ നിറച്ച് നെല്ലിരിക്കുമ്പോൾ എന്റെ അമ്മ പലപ്പോഴും പട്ടിണി കിടന്നു പ്രിയമുള്ളവരെ. കർത്താവിന്റെ ദാസന്മാർക്ക് ഭക്ഷണം കൊടുത്തിട്ട് ഞങ്ങളോട് പറയും, ഇന്ന് ഈ കട്ടൻ കാപ്പി പിടിച്ചോണ്ട് അവിടെ ഇരിക്കാണ്. ഞാൻ ചിലപ്പോ ഇങ്ങനെ വിഷമിച്ചോർക്കും, ഇവർക്കൊക്കെ ഇവിടെ വന്നേ കഴിക്കാൻ പറ്റത്തുള്ളൂ, കാരണം വയറ് കത്തുക പ്രിയമുള്ളവരെ. കൊച്ചു പ്രായത്തിലാ, കാരണം വെക്കുന്നതെല്ലാം അവർക്ക് അങ്ങ് കൊടുക്കും. അപ്പൊ ഞാൻ അമ്മയോട് ചോദിച്ചിട്ടുണ്ട്, പ്രിയമുള്ള ഇവരൊന്നും വീട്ടിലുണ്ടാക്കിയില്ല അവരുടെ വീട്ടില്. അത് പലപ്പോഴും അങ്ങനെ അങ്ങ് കൊടുക്കും. പക്ഷെ എന്റെ ദൈവം ആർക്കും കടക്കാരനല്ല. അമർത്തി കുലുക്കി ഞങ്ങളുടെ തലമുറകൾക്ക് ദൈവം അത് തന്നു പ്രിയമുള്ളവരെ. എന്റെ മൂത്ത സഹോദരി ഇന്ന് അവിടെ ഒരു പരിസരം മുഴുവൻ ബിൽഡിംഗ് ദൈവനാമത്തിൽ പണിതിട്ടേക്കുന്നത്. ഹല്ലേലൂയ. എന്റെ 2ാമത്തെ സഹോദരി കുവൈറ്റിൽ കടന്ന് അവര് അവിടെ 3ാമത്തെ സഹോദരി, 4ാമത്തെ സഹോദരി അവിടെ, 5ാമത്തെ സഹോദരൻ അവിടെ. എനിക്ക് വേണ്ടി ഫയൽ ചെയ്ത പ്രിയമുള്ളവര് എന്തൊക്കെ പേപ്പർ വന്ന് ഞാൻ അതൊന്നും അയച്ചു കൊടുത്തില്ലെന്നേ. ഞാനിങ്ങനെ സുവിശേഷമൊക്കെ പറഞ്ഞു എവിടെ റിസീവ് ചെയ്യാനോ ഒന്നും പോയില്ല. അതുകൊണ്ട് അതങ്ങ് ക്യാൻസൽ ആയിപ്പോയി. ചേച്ചി പറഞ്ഞു, നീ എന്തുവാണ് ഇങ്ങനെ? അല്ലെങ്കിൽ എന്റെ അപ്പന്റെ ആഗ്രഹം ഈ കവലയിലൊക്കെ നിന്ന് അമേരിക്ക പോയ ഇങ്ങനെ കവലയിലൊക്കെ നിൽക്കാൻ പറ്റുമോ? നമ്മുടെ അവിടുത്തെ ഒരു ഒക്കെ ഉണ്ടല്ലോ അല്ലേ ആന്റി? അന്ന് പ്രസംഗിച്ച പോലെ അപ്പച്ചനൊക്കെ ഓടി വന്ന്, കർത്താവിന് നമ്മളെ പറ്റി ചില പദ്ധതികളുണ്ട് പ്രിയമുള്ളവരെ. അമേരിക്ക പോകാൻ പറ്റിയില്ലെങ്കിൽ ന്യൂസിലൻഡ്, എന്നോട് ചിലര് ചോദിക്കും, ഗ്ലോറി എന്നാ പോകുന്നേ? അവരൊക്കെ പോയല്ലോ. എന്റെ കർത്താവേ, അമേരിക്ക പോകാൻ പറ്റിയില്ലേ, ന്യൂസിലൻഡിൽ പോകാൻ പറ്റിയില്ലേ കുഞ്ഞേ? എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, എന്റെ പ്രാണപ്രിയം മധ്യാകാശത്ത് വരുമ്പോൾ ഇവിടെ കയറി വരുന്നേ എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ എന്റെ കർത്താവേ, എനിക്കൊന്ന് പൊങ്ങാൻ പറ്റണം. അത് മതി പ്രിയമുള്ളവരെ. അത്ര പരമാർത്ഥതയോട് നിഷ്കളങ്കതയോട് പവനമപ്പട്ടണത്തിൽ ആ പാട്ടൊന്ന് പാടി നമുക്ക് ഒന്നേ ജീവിതം നയിച്ച മോളെ പാട്ടറിയാവോ?